ക്രൈസ്തവ സാക്ഷ്യം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. നാം എല്ലാവരും സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ്. വചനം ശ്രവിക്കുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സാക്ഷികളായി മാറുക എന്നതാണ്. വചനം ശ്രവിക്കുന്നത് പലരും പല ഉദ്ദേശത്തോടു കൂടിയാണ്. ചിലർ രോഗശാന്തി കിട്ടാൻ വേണ്ടി വചനം ശ്രവിക്കും. ചിലർ കുടുംബസമാധാനം കിട്ടാൻ വേണ്ടി വചനം ശ്രവിക്കും. ചിലർ ജോലി തടസ്സം മാറാൻ വേണ്ടി, വിവാഹ തടസ്സം മാറാൻ വേണ്ടി ധ്യാനത്തിൽ പങ്കെടുക്കും. മറ്റു ചിലർ കടബാധ്യതകൾ മാറാൻ വേണ്ടി ധ്യാനത്തിൽ പങ്കെടുക്കും. പക്ഷെ വാസ്തവത്തിൽ ഒരു ധ്യാനത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? വചനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? വചനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം രക്ഷ അനുഭവിക്കുകയും ആ രക്ഷയ്ക്ക് സാക്ഷ്യം കൊടുക്കുകയുമാണ്. രോഗശാന്തിയും സൗഖ്യവും വിടുതലുമെല്ലാം താത്കാലികമായ നന്മകൾ മാത്രമാണ്. വചനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമല്ല. ഒരുപക്ഷെ നിങ്ങൾ സംശയിച്ചേക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈശോ ലാസറിനെ ഉയർപ്പിച്ചു. ഈ ലാസറിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈശോ ഉയർപ്പിച്ച ലാസറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം പിന്നെയും മരിച്ചു. ഈശോ നായിനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. ആ യുവാവിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ യുവാവിന് എന്ത് സംഭവിച്ചു? ആ യുവാവ് പിന്നെയും മരിച്ചു. ഈശോ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, പക്ഷവാത രോഗികളെ സുഖപ്പെടുത്തി, തളർവാദ രോഗികളെ സുഖപ്പെടുത്തി, അപസ്മാര രോഗികളെ സുഖപ്പെടുത്തി. ഈശോ സുഖപ്പെടുത്തിയ ഏതെങ്കിലും ഒരു രോഗിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രോഗിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ വേറെ രോഗം വന്ന് അവരും മരിച്ചു. കുഷ്ഠരോഗം വന്ന വ്യക്തി പിന്നെ തളർവാദം വന്ന് മരിച്ചുപോയി കാണും. തളർവാദ രോഗം സുഖപ്പെട്ട വ്യക്തി പിന്നെ വേറെ രോഗം വന്ന് മരിച്ചുപോയി കാണും. അപ്പം പിന്നെ ഈശോ എന്തിനാണ് സുഖപ്പെടുത്തിയത്? ഈശോ എന്തിനാണ് മരിച്ചവരെ ഉയർപ്പിച്ചത്? അതൊക്കെ അടയാളങ്ങൾ മാത്രമായിരുന്നു. ശാശ്വതമായ രക്ഷയെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ മാത്രം. പക്ഷെ ഇന്ന് നമുക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് നമ്മൾ അടയാളങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രോഗശാന്തി, വിടുതല്, അത്ഭുതം തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നു. ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല. ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? രക്ഷ അനുഭവിക്കുക, ആ രക്ഷയ്ക്ക് സാക്ഷ്യം കൊടുക്കുക. ഈ സുവിശേഷത്തിൻ്റെ ലക്ഷ്യം രോഗശാന്തിയോ വിടുതലോ തടസ്സങ്ങൾ മാറലോ അല്ല. അതിനേക്കാളൊക്കെ ഉപരിയായി രക്ഷ പ്രാപിക്കലാണ്. ആ രക്ഷയ്ക്ക് സാക്ഷ്യം കൊടുക്കലാണ്. അതിൻ്റെ ഭാഗമായി രോഗശാന്തി സംഭവിക്കും, തീർച്ചയായും. കാരണം വചനത്തിന് ആ ശക്തിയുണ്ട്. വിടുതൽ സംഭവിക്കും, തീർച്ചയായും സംഭവിക്കും. വചനത്തിന് ആ ശക്തിയുണ്ട്. പക്ഷെ നമ്മൾ അവിടെ കുടുങ്ങിക്കിടക്കരുത്. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത്ഭുതങ്ങൾ എന്നല്ല പറയുന്നത്. അത്ഭുതങ്ങൾ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ ശ്ലീഹ പറയുന്നത് അടയാളങ്ങളാണ്. അടയാളങ്ങൾ. കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ തൻ്റെ ആദ്യത്തെ അടയാളം പ്രവർത്തിച്ചു. അത് അത്ഭുതമല്ല. യോഹന്നാന്റെ ഭാഷയിൽ അത് അടയാളമാണ്. എന്തിൻ്റെ അടയാളമാണ്? യേശുവിൻ്റെ രക്ഷയുടെ അടയാളം. യേശു ഈ ലോകത്തിന് നൽകാൻ പോകുന്ന രക്ഷയുടെ അടയാളമാണത്. നമ്മൾ അത്ഭുതങ്ങൾ എന്ന് കരുതുന്ന പലതും അടയാളങ്ങളാണ്. അടയാളങ്ങളുടെ പ്രത്യേകത എന്താണ്? അടയാളങ്ങൾ മറ്റൊന്നിനെ സൂചിപ്പിക്കുന്നതാണ്. എനിക്ക് രോഗശാന്തി കിട്ടിയാൽ അതൊരു അടയാളം മാത്രമാണ്. ഞാൻ അതിൽ കുടുങ്ങിക്കിടക്കരുത്. എനിക്ക് വിടുതൽ കിട്ടിയാൽ അത് അടയാളമാണ്. ഞാൻ ആ അടയാളത്തിൽ കുടുങ്ങിക്കിടക്കരുത്. അതിനപ്പുറത്തേക്ക് ഞാൻ പോകണം. അതിനപ്പുറത്തെ യാഥാർത്ഥ്യമാണ്, അതിനപ്പുറത്തെ സത്യമാണ് രക്ഷ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിടത്തും ഈ വചനം രോഗശാന്തിയുടെ വചനമാണെന്നോ വിടുതലിന്റെ വചനമാണെന്നോ പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥം വചനത്തെക്കുറിച്ച് പറയുന്നത് ഇത് രക്ഷയുടെ സന്ദേശമാണെന്നാണ്.
ഇത് രക്ഷയുടെ സന്ദേശമാണ്. ഇതിനെ നമ്മൾ രോഗശാന്തിയുടെ സന്ദേശമാക്കിയും വിടുതലിന്റെ സന്ദേശമാക്കിയും ചെറുതാക്കി കാണിക്കരുത്. വിടുതലിനേക്കാൾ രോഗശാന്തിയേക്കാൾ വലിയ രക്ഷയുടെ സന്ദേശമാണ് ദൈവവചനം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വചനം നമുക്ക് വായിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വചനം. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ എന്താണ് സുവിശേഷം? രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. അങ്ങനെ നമ്മൾ രക്ഷയിലേക്ക് നയിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായി രോഗശാന്തി ലഭിക്കാം, അതിൻ്റെ ഭാഗമായി വിടുതൽ ലഭിക്കാം, അതിൻ്റെ ഭാഗമായി കുടുംബസമാധാനം ലഭിക്കാം, അതിൻ്റെ ഭാഗമായി പല അടയാളങ്ങളും സംഭവിക്കാം. പക്ഷേ ഈ അടയാളങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കരുത്. അടയാളത്തിൻ്റെ അപ്പുറത്തേക്ക് നാം പോകണം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസൂസുകാർക്ക് ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വചനം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസൂസുകാർക്ക് ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വചനം. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെ പൗലോസ് ശ്ലീഹ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം. ഇത് രക്ഷയുടെ വാർത്തയാണ്. ഇത് രോഗശാന്തിയുടെ വാർത്ത മാത്രമല്ല, ഇത് വിടുതലിൻ്റെ വാർത്ത മാത്രമല്ല, ഇത് അടയാളങ്ങളുടെ വാർത്ത മാത്രമല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്ത് പരമപ്രധാനമായും ഇത് രക്ഷയുടെ സദ്വാർത്തയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുവിശേഷ ശ്രവണം വഴി, ധ്യാനം വഴി, ദൈവവചന ശുശ്രൂഷ വഴി നമ്മൾ ഓരോരുത്തരും ലക്ഷ്യം വെക്കേണ്ടത് രക്ഷയാണ്. ആ രക്ഷയ്ക്ക് നമ്മൾ സാക്ഷ്യം കൊടുക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ അവസാന ദിവസം ഈ ക്രൈസ്തവ സാക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യേശുവിനെ കണ്ടവർ, യേശുവിനെ കേട്ടവർ, രക്ഷ അനുഭവിച്ചവർ യേശുവിന് സാക്ഷ്യം കൊടുക്കണം. ആരാണ് സാക്ഷി? ആരാണ് സാക്ഷികൾ? കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഏറ്റുപറയുന്നവരാണ് സാക്ഷികൾ. ഞാൻ കണ്ട കാര്യം ഞാൻ ഏറ്റുപറയുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ സാക്ഷിയായി മാറുന്നു. അപ്പം നമ്മളെല്ലാവരും സാക്ഷികളാണ്. എന്തിനാണ് നമ്മൾ സാക്ഷ്യം നൽകേണ്ടത്? നമ്മൾ അനുഭവിച്ച രക്ഷയ്ക്ക്, രക്ഷകനായ യേശുവിന് നമ്മൾ സാക്ഷ്യം കൊടുക്കണം. കാണാതെ സംസാരിച്ചാൽ അത് തെറ്റാണ്. കണ്ടിട്ട് സംസാരിക്കാതിരുന്നാലും അത് തെറ്റാണ്. ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യാതെ ഞാൻ ഏറ്റുപറഞ്ഞാൽ അത് കള്ളസാക്ഷ്യമാകും. ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും അതിനെക്കുറിച്ച് ഏറ്റുപറയാതിരുന്നാലോ അതും ഉപേക്ഷയാലുള്ള തെറ്റാണ്, പാപമാണ്. അപ്പോൾ നമ്മൾ കാണണം, നമ്മൾ കേൾക്കണം. കാണുകയും കേൾക്കുകയും ചെയ്താൽ സാക്ഷ്യം കൊടുക്കണം. പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ സമയത്ത് പൗലോസിനോട് അനനിയാസ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പൗലോസിൻ്റെ മാനസാന്തര സമയത്ത് അനനിയാസ് പൗലോസിനോട് പറഞ്ഞ കുറച്ച് വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 22-ാം അധ്യായം 14-15 വചനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 22-ാം അധ്യായം 14-15 വചനങ്ങൾ. നിങ്ങൾക്കറിയാവുന്നതുപോലെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 3 പ്രാവശ്യമാണ് പൗലോസിൻ്റെ മാനസാന്തര കഥ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. 9-ാം അധ്യായത്തിലും 22-ാമത്തെ അധ്യായത്തിലും 26-ാമത്തെ അധ്യായത്തിലും. 22-ാമത്തെ അധ്യായത്തിൽ പൗലോസിൻ്റെ മാനസാന്തര കഥ വിവരിക്കുന്നതിനിടയിൽ അനനിയാസ് പൗലോസിനോട് പറഞ്ഞതായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്കുകളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. 22-ാമത്തെ അധ്യായം 14-15 വചനങ്ങൾ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തതുപോലെ
നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഈ വചന ശുശ്രൂഷയിൽ കണ്ടും കേട്ടും വായിച്ചും നമുക്ക് പങ്കുചേരാം. വായിക്കാം. അവൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അനനിയാസ് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവൻ്റെ അധരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ നീ അവന് സാക്ഷിയായിരിക്കും. എന്താണ് അനനിയാസ് പറഞ്ഞത്? നമ്മുടെ പൂർവികന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയുവാനും നീതിമാനായവനെ ദർശിക്കാനും എന്ന് പറഞ്ഞാൽ ഈശോയെ കാണുവാനും അവൻ്റെ സ്വരം ശ്രവിക്കുവാനും നിനക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഇനി നീ എന്തു ചെയ്യണം? നീ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ അവന് നീ സാക്ഷ്യം കൊടുക്കണം. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ സാക്ഷ്യം കൊടുക്കണം. കണ്ടതിനെ കുറിച്ച് പറയണം. ഞാൻ യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ യേശുവിനെ കുറിച്ച് 10 പേരോട് പറയണം. ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്ത്, വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് എനിക്ക് സൗഖ്യം ലഭിച്ചു, എൻ്റെ കുടുംബത്തിന് സമാധാനമുണ്ടായി, എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറി, ഹല്ലേലൂയ എന്നും പറഞ്ഞ് വീട്ടിൽ ചെന്നിരിക്കരുത്. നിങ്ങൾ കണ്ട യേശുവിനെ കുറിച്ച്, നിങ്ങൾ കേട്ട യേശുവിനെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം കൊടുക്കണം. അതാണ് വചനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. വചനം കൊടുക്കാത്ത, സാക്ഷ്യം കൊടുക്കാത്ത ക്രിസ്ത്യാനി സ്വാർത്ഥനാണ്, സ്വാർത്ഥമതിയായ ക്രിസ്ത്യാനിയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ അനുഭവിച്ച രക്ഷയെക്കുറിച്ച്, കണ്ട യേശുവിനെ കുറിച്ച്, കേട്ട യേശുവിൻ്റെ വചനത്തെക്കുറിച്ച് സാക്ഷ്യം കൊടുക്കുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം പരിപൂർണമാകുന്നത്. അതുകൊണ്ട് നമ്മൾ സാക്ഷ്യം കൊടുക്കണം. സമരിയാക്കാരി സ്ത്രീ യേശുവിനെ കണ്ടു, യേശുവിൻ്റെ സ്വരം കേട്ടു, യേശു ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ എന്താണ് ചെയ്തത്? യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 28-29 വചനങ്ങൾ നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 28-29 വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ച് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. യേശു അവളുമായി സംസാരിച്ചു. യേശുവിനെ അവൾ കണ്ടു. സ്വർഗീയ അനുഭൂതി അവൾക്കുണ്ടായി. രക്ഷകനെ കണ്ട ഒരു അനുഭവം അവൾക്കുണ്ടായി. എനിക്ക് രക്ഷ ലഭിച്ചു, എനിക്ക് യേശുവിൻ്റെ ദർശനം ലഭിച്ചു എന്ന് പറഞ്ഞ് വെള്ളവും കോരി വീട്ടിലേക്ക് പോവുകയല്ല ചെയ്തത്. ആ കുടം അവിടെ തന്നെ വെച്ച് താൻ അനുഭവിച്ച രക്ഷയെക്കുറിച്ച്, താൻ കണ്ട യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ അവൾ ഓടി പട്ടണത്തിലേക്ക് പോയി. അവൾ പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞവനെ ഞാൻ കണ്ടു, നിങ്ങളും വന്ന് കാണുവിൻ, നിങ്ങളും അവൻ്റെ സ്വരം ശ്രവിക്കുവിൻ. ഇതായിരിക്കണം വചനശ്രൂഷയുടെ അവസാനം നമ്മൾ ചെയ്യേണ്ട കാര്യം. എൻ്റെ തലവേദന മാറി, ഹല്ലേലൂയ, എൻ്റെ കടബാധ്യത മാറി, ഹല്ലേലൂയ എന്നും പറഞ്ഞ് വീട്ടിൽ പോയി കുത്തിയിരിക്കരുത്. അതിനുവേണ്ടിയല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. വചനം കേട്ടാൽ വചനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം. കർത്താവിനെ കണ്ടാൽ, രക്ഷ അനുഭവിച്ചാൽ സാക്ഷികളായി നമ്മൾ മാറണം. നമ്മൾ കാണണം, നമ്മൾ കേൾക്കണം, ആ യേശുവിന് നമ്മൾ സാക്ഷ്യം കൊടുക്കണം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 20-ാമത്തെ വചനം നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 20-ാമത്തെ വചനം. ഈ വചനം വായിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. പത്രോസിനെ യോഹന്നാനെയും അധികാരികൾ പിടിച്ച് സംഘത്തിന് മുമ്പിൽ നിർത്തി വിചാരണ ചെയ്യുകയാണ്. കാരണം 3-ാമത്തെ അധ്യായത്തിൽ അവർ സുന്ദര കവാടത്തിനരികിലിരുന്ന മുടന്തനെ സുഖപ്പെടുത്തി. ഇത് കണ്ട് അനേകർ യേശുവിൽ വിശ്വസിച്ചു. ധാരാളം പേർ അവരുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ അധികാരികൾ ഭയപ്പെട്ടു. യഹൂദർക്ക് ഭയമായി. ഒരു പക്ഷേ എല്ലാവരും യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങിയാലോ എന്ന് കരുതി പത്രോസിനെയും യോഹന്നാനെയും അവർ വിളിച്ചു കൂട്ടി. ആരൊക്കെയാണ്? സാധാരണ സേവകന്മാരോ പൗരന്മാരല്ല, അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും വലിയ അധികാരികൾ.
ആരൊക്കെയാണ് വിളിച്ചു കൂട്ടിയതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 5-6 വചനങ്ങൾ നമ്മൾ വായിക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 5-6 വചനങ്ങൾ. പിറ്റേ ദിവസം അധികാരികളും ജനപ്രമാണികളും നിയമജ്ഞരും ജെറൂസലേമിൽ സമ്മേളിച്ചു. പ്രധാന പുരോഹിതൻ അന്നാസും കയ്യഫാസും യോഹന്നാനും അലക്സാണ്ടറും പ്രധാന പുരോഹിതന്റെ കുലത്തിൽപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും പേരാണ് 2 പാവപ്പെട്ട മുക്കുവരെ, 2 പാവപ്പെട്ട ക്രിസ്തു ശിഷ്യരെ വിളിച്ച് മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് വിചാരണയാണ്. അവസാനം പറഞ്ഞു, ഇനി യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുത്. എന്തായിരുന്നു അവരുടെ മറുപടി? അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 20-ാമത്തെ വചനം നമുക്ക് വായിക്കാം. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അവൻ്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അവൻ്റെ വചനം കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾക്ക് പേടിപ്പിക്കാം, നിങ്ങൾക്ക് പീഡിപ്പിക്കാം, നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്താം, നിങ്ങൾക്ക് കൊന്നുകളയാം. പക്ഷേ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ, ഞങ്ങൾ കേട്ട കാര്യങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കും. സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഒരു ആവേശത്തിൻ്റെ പുറത്ത് അവരങ്ങനെ പറഞ്ഞതാണോ? അല്ല. തിരിച്ചുപോയി അവർ ക്രിസ്തുവിനെ കുറിച്ച് തന്നെ പ്രസംഗിച്ചു. തിരിച്ചുപോയി അവർ സുവിശേഷ പ്രസംഗം നടത്തിക്കൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കണ്ടവരും യേശുവിനെ കേട്ടവരും സാക്ഷികളായി മാറണം. ഇതാണ് വചനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. എൻ്റെ തലവേദന മാറുന്നതും എനിക്ക് രോഗശാന്തി ലഭിക്കുന്നതും വെറും താത്കാലികം. എത്രയോ പേര് ഒരു രോഗശാന്തി ലഭിക്കാതെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ രോഗത്തോടെ മല്ലടിച്ച് അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് കരുതി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മരിക്കുന്നു. ഈ വേദന താത്കാലികമാണെന്ന് കരുതി, ഈ രോഗം ഈ ഭൂമിയിൽ മാത്രമാണെന്ന് കരുതി സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി ജീവിച്ച എത്രയോ വിശുദ്ധർ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കരുതുന്നത് പോലെ രോഗശാന്തിയാണ് ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളം, അത് മാത്രമാണ് ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളം എന്ന് നമ്മൾ വിശ്വസിച്ചാൽ വിശുദ്ധ അൽഫോൻസാമ ഒരു ദൈവാനുഗ്രഹവും ഇല്ലാത്ത വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. വിശുദ്ധ ചെറുപുഷ്പം കൊച്ചുത്രേസ്യ ഒരു ദൈവാനുഗ്രഹവും ഇല്ലാതിരുന്ന ആളായിരുന്നു എന്ന് നമ്മൾ കരുതണം. അവർ ജീവിതാവസാനത്തോളം വ്രതവിശുദ്ധിയോടെ ജീവിച്ചിട്ടും രോഗശാന്തി മാത്രം അവർക്ക് ലഭിച്ചില്ല. രോഗശാന്തിയോട് അവരുടെ സമീപനം മറ്റൊന്നായിരുന്നു. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക, ദൈവത്തിന് സാക്ഷ്യം കൊടുക്കുക, കണ്ട യേശുവിനെ കുറിച്ച് കേട്ട യേശുവിനെ കുറിച്ച് പറയുക. ഇതായിരുന്നു ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് അടയാളങ്ങൾക്ക് അളവിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്, അത്ഭുതങ്ങൾക്ക് അളവിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. രക്ഷയാണ് നമ്മുടെ ലക്ഷ്യം. രക്ഷയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ രക്ഷ അനുഭവിക്കാനും ഈ രക്ഷ പങ്കുവയ്ക്കുവാനുമാണ് ക്രിസ്ത്യാനികൾ പാടുപെടേണ്ടത്. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ യേശുവിനെ കാണണം, നമ്മൾ യേശുവിനെ കേൾക്കണം, അവനെ അനുഭവിക്കണം, അവനെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇതുവരെ ഞാൻ ആമുഖമായി പറഞ്ഞ കാര്യം എന്താണ്? ദൈവവചനത്തിൻ്റെ അവസാനത്തെ ലക്ഷ്യം രോഗശാന്തിയോ വിടുതലോ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നുമല്ല. യേശു ഉയർപ്പിച്ച ലാസർ പിന്നെയും മരിച്ചു. യേശു സുഖപ്പെടുത്തിയ രോഗികളെല്ലാവരും പിന്നീട് വേറെ രോഗം വന്ന് മരിച്ചു. അങ്ങനെയെങ്കിൽ അത് താത്കാലികമാണ് എന്ന് നമ്മൾ മറക്കരുത്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് രോഗശാന്തി നൽകാനല്ല, ആത്യന്തികമായ രക്ഷ നൽകാനാണ്. ആ രക്ഷയുടെ ഭാഗമായിട്ടാണ് യേശു രോഗശാന്തി നൽകിയത്. അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ രോഗശാന്തിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്, രക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ വിടുതലിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്, രക്ഷയെക്കുറിച്ച് ചിന്തിക്കാതെ മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഉദ്യോഗത്തെക്കുറിച്ചും അവരുടെ ജോലിയെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്നത് വചനത്തിൻ്റെ ലക്ഷ്യത്തിൽ പെടുന്നതായി നമുക്ക് കരുതാൻ സാധിക്കില്ല. അതുകൊണ്ട് വചനം ആത്യന്തികമായി രക്ഷയുടെ സന്ദേശമാണ്. വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വചനവും വിശുദ്ധ പൗലോസ്ലിഹ എഫേസുസുകാർക്ക് 1-ാം ലേഖനം 13-ാമത്തെ വചനവും നാം കണ്ടു. രണ്ടാമതായി നാം കണ്ട കാര്യം, യേശുവിനെ കണ്ടവരും
കേട്ടവരുമെല്ലാം സാക്ഷികളായി മാറി. കണ്ടത് ഏറ്റുപറയുന്നവരാണ് സാക്ഷികൾ, കേട്ടത് ഏറ്റുപറയുന്നവരാണ് സാക്ഷികൾ. അപ്പോൾ യേശുവിനെ കണ്ടവർ, യേശുവിനെ കേട്ടവർ സാക്ഷികളായി മാറി. വിശുദ്ധ പൗലോസ്ലീഹ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 22-ാം അധ്യായം 14 മുതൽ 15 വരെ വചനങ്ങൾ. സമറിയാക്കാരി സ്ത്രീ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 28-29 വചനങ്ങൾ. കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് സാക്ഷ്യം കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന പത്രോസും യോഹന്നാനും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 20-ാമത്തെ വചനം. അപ്പോൾ ആദ്യം നമ്മൾ യേശുവിനെ കാണണം, യേശുവിനെ അനുഭവിക്കണം, യേശുവിനെ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കാം. യേശുവിനെ നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കേണ്ടത്, യേശുവിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? രണ്ടാമത്തെ ഭാഗം എന്താണ്? അനുഭവിച്ച, മനസ്സിലാക്കിയ യേശുവിന് സാക്ഷ്യം കൊടുക്കുക. യേശുവിനെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി, ഈ ഭൂമിയിൽ യേശുവല്ലാതെ ഒരു രക്ഷകനില്ല. യേശു ഏകരക്ഷകനാണ്, യേശു ലോകരക്ഷകനാണ്. അവനിലൂടെ മാത്രമാണ് രക്ഷ, അവനാണ് ഈ ലോകത്തിൻ്റെ രക്ഷ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് നമുക്കത് പറയാൻ സാധിക്കുക? നമുക്ക് വചനത്തിലേക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വചനം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ യേശു ഏകരക്ഷകനാണെന്ന്, ലോകരക്ഷകനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. യേശു ലോകരക്ഷകനാണ് എന്ന് പറയുന്നത് വെറുതെ ഒരു ആവേശത്തിന് നമ്മൾ പറയുന്ന കാര്യമല്ല, സത്യമാണ്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് നമ്മൾ വായിക്കുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വചനം. ഒരുമിച്ച് വായിക്കാം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ഇത് യേശുവിൻ്റെ ജനനം വരെയുള്ള കാര്യമാണ്. ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവം അദൃശ്യനാണ്, ദൈവം രൂപമില്ലാത്തവനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അദൃശ്യനായ ദൈവത്തെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? രൂപമില്ലാത്തൊരു ദൈവത്തെ ഞാൻ എങ്ങനെ കാണും? എനിക്ക് രോഗങ്ങളുണ്ട്, എനിക്ക് കഷ്ടപ്പാടുകളുണ്ട്, എനിക്ക് ആധ്യാത്മിക ദാഹമുണ്ട്, എനിക്ക് ദൈവത്തെ കാണാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ദൈവം മാത്രം കാണപ്പെടുന്നില്ല, ദൈവത്തിന് രൂപമില്ല, ദൈവം അദൃശ്യനാണ്. ഇതെന്ത് കഥയാണ്? ഇതായിരുന്നു മനുഷ്യൻ്റെ മുഴുവൻ അവസ്ഥ. ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈശോ എന്ത് ചെയ്തു? ആ വചനത്തിൻ്റെ അടുത്ത ഭാഗം, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത, അന്ന് വരെ ആരും കേട്ടിട്ടില്ലാത്ത അദൃശ്യനായ ദൈവത്തെ ഈ ലോകത്തിന്, മനുഷ്യവംശത്തിന് ആ ദൈവവുമായി ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതനായ ക്രിസ്തു ഈശോ വെളിപ്പെടുത്തി. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 37-ാമത്തെ വചനം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 37-ാമത്തെ വചനം. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾ കേട്ടിട്ടില്ല, ദൈവത്തിൻ്റെ രൂപം നിങ്ങൾ കണ്ടിട്ടുമില്ല. ആരാണ് പറയുന്നത്? ഈശോ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാമത്തെ വചനം. എൻ്റെ ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ആരും പിതാവിനെ കണ്ടിട്ടില്ല. എന്നിട്ട് ഈശോ പറയുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ആരാണ് ദൈവത്തിൽ നിന്നുള്ളവൻ? ഈശോ. അപ്പോൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല, ആരും ദൈവത്തിൻ്റെ രൂപം കണ്ടിട്ടില്ല. ഈ അവസ്ഥയിൽ ഈശോ ഈ ലോകത്തിലേക്ക് വരുന്നു. വന്നിട്ട് എന്താണ് പറയുന്നത്? പിതാവായ ദൈവം ഇങ്ങനെയാണ്,
പിതാവായ ദൈവത്തിൻ്റെ രൂപം ഇതാണ്, പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം ഇതാണ്, പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേകത ഇതാണെന്ന് ഈശോ ആ പിതാവിൽ നിന്ന് വന്ന് നമുക്ക് കാണിച്ചു തന്നു, നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു. എന്തുകൊണ്ടാണ് യേശുവിന് അത് സാധിച്ചത്? നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഈ വചനം എവിടെയായിരുന്നു? ഈ വചനം എവിടെയായിരുന്നു? ഈ വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അവിടെ നിന്ന് വചനം മനുഷ്യനായി നമ്മുടെ ഇടയിൽ അവതരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം. ഈ വചനം മനുഷ്യനായി അവതരിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ദൈവത്തിൻ്റെ കൂടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. നിങ്ങൾ മറക്കരുത്, ഈ വചനങ്ങൾ തമ്മിലുള്ള ബന്ധം വിട്ടുകളയരുത്. എന്താണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവവുമായി ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതനായ ഈശോ ആ ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇതിനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നത്. ഈശോ പറയുന്നു, നിങ്ങളാരും ദൈവത്തെ കണ്ടിട്ടില്ല, നിങ്ങളാരും ദൈവത്തിൻ്റെ രൂപം കണ്ടിട്ടില്ല. ആരെങ്കിലും ദൈവത്തെ കണ്ടു എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്ന് വന്നവൻ മാത്രമേ ദൈവത്തെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഈശോ എങ്ങനെയാണ് ദൈവത്തെ നമുക്ക് കാണിച്ചു തന്നത്? ആദിയിൽ വചനമായിരുന്നു, ദൈവത്തോടു കൂടെയായിരുന്നു, പിന്നീട് നമ്മുടെ ഇടയിൽ വസിച്ച് നമുക്ക് ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. അപ്പോൾ ഈശോ വന്നത് എവിടെ നിന്നാണ്? ഈശോ വന്നത് എവിടെ നിന്നാണ്? ദൈവത്തിൽ നിന്നും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 29-ാമത്തെ വചനം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 29-ാമത്തെ വചനം. ഈശോ എവിടെ നിന്നാണ് വന്നതെന്ന് ഈശോ വ്യക്തമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 29-ാമത്തെ വചനം. എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു, അവിടുന്നാണ് എന്നെ അയച്ചത്. ഈശോ എവിടെ നിന്നാണ് വരുന്നത്? അവിടുത്തെ പക്കൽ നിന്ന്, ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവമാണ് അയച്ചത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 25-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 25-ാമത്തെ വചനം. പിതാവേ, ലോകം അങ്ങയെ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടെ നിന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. ആരാണ് ഈശോയെ അയച്ചത്? പിതാവ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 28-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 28-ാമത്തെ വചനം. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകം വിട്ട പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകത്തു നിന്ന് പുറപ്പെട്ട് പിതാവിലേക്ക് പോകുന്നു. അപ്പോൾ ഈശോ ഇവിടെ നിന്നാണ് വന്നത്? ഈശോ പിതാവിൽ നിന്നാണ് വന്നത്. ഈശോ പിതാവിൽ നിന്ന് വന്നത് കൊണ്ട്, ഈശോ പിതാവിനോട് കൂടെ ആയിരുന്നത് കൊണ്ട് ഈശോയ്ക്ക് ഈ ലോകത്തിലേക്ക് വന്ന് പിതാവിനെ കുറിച്ച് പറയാൻ സാധിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈശോ അവിടെ നിന്നാണ് വന്നത്. അവിടെ നിന്ന് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഈ ഭൂമിയിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അനേകം മനുഷ്യരുണ്ട്. ദൈവത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ അനേകം മനുഷ്യരുണ്ട്. അവരുടെ ഇടയിൽ യേശു എങ്ങനെയാണ് പ്രത്യേകതയുള്ളവനാകുന്നത്, യേശു എങ്ങനെയാണ് ഏകരക്ഷകനാകുന്നത്, ലോകരക്ഷകനാകുന്നത്, എന്താണ് യേശുവിനെ അവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്? ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും, യേശു ദൈവത്തിൽ നിന്ന് വന്നു, യേശു ഉന്നതത്തിൽ നിന്ന് വന്നു. മറ്റുള്ളവരുടെ നിന്നാണ് വന്നത്? മറ്റുള്ളവർ ഈ ഭൂമിയിൽ നിന്ന് വന്നു, മറ്റുള്ളവർ മനുഷ്യരിൽ നിന്ന് വന്നു. ഈ ഭൂമിയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിച്ച എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് വന്നവരാണ്.
ഈ ഭൂമിയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിച്ച മറ്റെല്ലാവരും മനുഷ്യരിൽ നിന്ന് വന്നവരാണ്. ഒരുവൻ മാത്രമാണ് ഉന്നതത്തിൽ നിന്ന് വന്നവൻ. ഒരുവൻ മാത്രമാണ് ദൈവത്തിൽ നിന്ന് വന്നവൻ. ഒരുവൻ മാത്രമാണ് ദൈവത്താൽ അയക്കപ്പെട്ടവൻ. എല്ലാവരും മണ്ണിൽ നിന്നും മനുഷ്യരിൽ നിന്നും വന്നു. എന്നാൽ ഈശോ മാത്രം ദൈവത്തിൽ നിന്ന് ഉന്നതത്തിൽ നിന്ന് വന്നു. ഇതാണ് അവൻ്റെ പ്രത്യേകതയ്ക്ക് കാരണം. ഇതാണ് യേശുവിൻ്റെ പ്രത്യേക സ്ഥാനത്തിന് കാരണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 31-32 വചനങ്ങൾ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 31-32 വചനങ്ങൾ. സ്നാപക യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ യേശുവിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞ വചനങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 31-32 വചനങ്ങൾ. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ശ്രദ്ധിക്കണം, ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ആരാണ് ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ? ഈശോ. എന്നിട്ട് യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. അവൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? പിതാവിനോടുകൂടെ ആയിരുന്നപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് അവൻ സംസാരിക്കുന്നത്. മറ്റുള്ളവർ സംസാരിക്കുന്നതോ ഒരിക്കലും കാണാത്ത ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരിക്കലും പോയിട്ടില്ലാത്ത സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുന്നു. വന്നിട്ടില്ലാത്ത സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈശോ സംസാരിക്കുന്നതോ കൂടെയായിരുന്ന പിതാവിനെ കുറിച്ച്, താൻ വന്ന ദൈവസന്നിധിയെക്കുറിച്ച്, താൻ തിരിച്ചു പോകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം. ഞാൻ ഒരിക്കലും അമേരിക്കയിലേക്ക് പോയിട്ടില്ല. അമേരിക്ക ഞാൻ കണ്ടിട്ടില്ല. പത്രത്തിലും പുസ്തകങ്ങളിലുമൊക്കെ അമേരിക്കയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അമേരിക്കയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവരും ഇവരും പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അമേരിക്കയിലേക്ക് ഒരു വിനോദയാത്ര ക്രമീകരിക്കുകയാണ്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം. ഞാൻ അമേരിക്ക കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അമേരിക്ക കണ്ടിട്ടില്ല. ഞാൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ ഗൂഗിൾ മാപ്പുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കി ഞാൻ നിങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം. വേറൊരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അദ്ദേഹം അമേരിക്കയിലാണ് ജനിച്ചു വളർന്നത്. അമേരിക്ക എന്താണെന്നും അമേരിക്കയുടെ കാര്യങ്ങൾ എന്താണെന്നും വ്യക്തമായിട്ട് അറിയും. അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, തിരിച്ച് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ ഒരു വശത്ത് പറയുന്നു, ഞാൻ നിങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം. ഞാൻ അവിടെ നിന്ന് വന്നവനല്ല, ഞാൻ അവിടെ കണ്ടിട്ടില്ല, ഒരിക്കലും പോയിട്ടില്ല. ഞാൻ ഊഹിച്ച് പറയുകയാണ്, നിങ്ങളെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാമെന്ന്. പക്ഷെ ആ മനുഷ്യനോ അവിടെ നിന്നാണ് വന്നത്, അവിടെയാണ് ജനിച്ചത്, അങ്ങോട്ടാണ് പോകുന്നത്, എല്ലാ കാര്യങ്ങളും അറിയാം. ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരുടെ കൂടെയായിരിക്കും പോവുക? നിങ്ങൾ ആരുടെ കൂടെയായിരിക്കും പോവുക? നിങ്ങൾക്ക് എന്തെങ്കിലും ബോധമുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരില്ല. കാരണം എന്താണ്? ഞാൻ അവിടെ നിന്നല്ല വരുന്നത്, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, അവിടുത്തെ ഒരു കാര്യം എനിക്കറിയില്ല. പക്ഷെ മറ്റേ ആളോ അവിടെ ജനിച്ചു വളർന്നവനാണ്, അവിടെ നിന്നാണ് വരുന്നത്, അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് ഈശോയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. മറ്റുള്ളവർ ഈ ഭൂമിയിൽ നിന്ന് ജനിച്ച് സ്വന്തം ബുദ്ധിശക്തി ഉപയോഗിച്ച് കാണപ്പെടാത്ത ദൈവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഊഹിച്ച് പറയുന്നു. കാണപ്പെടാത്ത ദൈവത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അവരുടെ ബുദ്ധിശക്തി കൊണ്ട്, ദർശനശക്തി കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഈശോയോ അവിടെ നിന്ന് വന്നിട്ട് അവൻ ആരുടെ കൂടെ ആയിരുന്നോ ആ പിതാവിനെ കുറിച്ച്, അവൻ കണ്ട പിതാവിനെ കുറിച്ച്, അവൻ കേട്ട പിതാവിനെ കുറിച്ച്, അവൻ ഏത് വഴിയിലൂടെയാണ് വന്നത് ആ വഴിയെക്കുറിച്ച് സംസാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ നാം കണ്ടു, ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ഈ ലോകത്തിലേക്ക് വന്നു, വീണ്ടും ഈ ലോകത്തു നിന്ന് പുറപ്പെട്ട് പിതാവിങ്കിലേക്ക് പോകുന്നു. ഈ വഴിയെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. ഈ വഴിയെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഒറ്റ രക്ഷകനേ ഉള്ളൂ,
അത് യേശു ക്രിസ്തുവാണ്. മറ്റെല്ലാവരും ഭൂമിയിൽ നിന്ന് വന്നു, അവർ ഭൂമിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു, സ്വന്തം ബുദ്ധിശക്തി കൊണ്ട് സംസാരിക്കുന്നു. യേശുവോ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും സംസാരിക്കുന്നു. അതാണ് യോഹന്നാൻ ശ്ലീഹ യേശുവിനെ കുറിച്ച് പറഞ്ഞത്. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവന്റെ ചിന്ത ഈ ഭൂമിയുടേതാണ്. അവൻ ഈ ഭൂമിയുടെയാണ്. അവൻ മണ്ണാണ്. അവൻ മനുഷ്യരിൽ നിന്ന് വന്നവനാണ്. ഈശോയോ ദൈവമാണ്. ദൈവത്തിൽ നിന്ന് വന്നവനാണ്. ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. ദൈവത്തോട് സമനാണ്. അവൻ വന്നിട്ട് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? താൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഈശോ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പറയുന്ന കാര്യങ്ങളല്ല, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ്. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വചനം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വചനം. യേശു അവരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും അതുപോലെ തന്നെ ചെയ്യുന്നു. എപ്പോഴാണ് പിതാവ് ചെയ്തത് ഈ പുത്രൻ കണ്ടത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. ഇങ്ങനെ ഈ അദൃശ്യനായ പിതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ അദൃശ്യനായ പിതാവ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ ഈ ഭൂമിയിൽ യേശുവിനല്ലാതെ ആർക്ക് സാധിക്കും? ഈ ദൈവത്താൽ ഐക്യപ്പെട്ട ഏകൈക പുത്രൻ, ഏക രക്ഷകൻ, അവൻ യേശുവനാണ്. ഞാൻ പിതാവിനെ കണ്ടിട്ടുണ്ട്, ആ പിതാവ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അവകാശപ്പെടാൻ സാധിക്കില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാമത്തെ വചനം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാമത്തെ വചനം. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി ഞാൻ സംസാരിക്കുന്നു. എന്തിനെ കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത്? എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ കണ്ടവയെ പറ്റി. ഒരിക്കലും അങ്ങോട്ട് പോയിട്ടില്ലാത്ത, അവിടെ നിന്ന് വന്നിട്ടില്ലാത്ത, ആ ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നിട്ടില്ലാത്ത, ഈ ഭൂമിയിൽ നിന്ന് വന്ന മനുഷ്യരിൽ നിന്ന് ജനിച്ച ആർക്കാണ് ഇത് പറയാൻ സാധിക്കുക? ആർക്കാണ് ഇത് പറയാൻ സാധിക്കുക? എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കുന്നത് പറയാൻ പിതാവിനോട് കൂടെ ആയിരുന്ന, പിതാവിൽ നിന്ന് വന്ന, പിതാവിനാൽ ഐക്യപ്പെട്ട യേശുവിന് മാത്രമേ സാധിക്കൂ. ഇനി യേശു കേട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വചനം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വചനം. യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യവും എൻ്റെ അല്ല, എന്നെ അയച്ചതാണ്. അയച്ചവൻ്റെ വചനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വചനം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വചനം. എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. ഞാൻ എന്താണ് ഈ ലോകത്തോട് പറയുന്നത്? ഞാൻ എന്താണ് ഈ ലോകത്തോട് പറയുന്നത്? പിതാവിൻ്റെ സന്നിധിയിലായിരുന്നപ്പോൾ അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത്. ഇങ്ങനെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? അവിടെ നിന്ന് വന്നവന്, അവിടെ പിതാവിനോട് കൂടെ ആയിരുന്നവന്, അവിടേക്ക് തിരിച്ചു പോയവന് മാത്രമാണ് ഇത് സാധിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ ഈശോ വീണ്ടും പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല, പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ സ്വമേധയാ ഒന്നും പഠിപ്പിക്കുന്നില്ല, എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. എപ്പോഴാണ് ഈ പിതാവ് ഈ പുത്രനെ പഠിപ്പിച്ചത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അപ്പോൾ ഇതുവരെ നാം എന്താണ് മനസ്സിലാക്കിയത്? ഈശോ ഈ ഭൂമിയിലേക്ക് വന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ പിതാവിൻ്റെ സന്നിധിയിൽ
കണ്ട കാര്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാമത്തെ വചനം. ഈശോ ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിതാവിൻ്റെ സന്നിധിയിൽ കേട്ട കാര്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 28-ാമത്തെ വചനം. അതുകൊണ്ടാണ് യോഹന്നാൻ സ്ലേഹ പറഞ്ഞത്, സ്നാപയോഹന്നാൻ പറഞ്ഞത്, ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് സാക്ഷ്യം കൊടുക്കുന്നു. ഈ ഭൂമിയിൽ നിന്ന് വന്നവൻ ഭൂമിയിലെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആര് പറയുന്നതാണ് കേൾക്കേണ്ടത്? ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും പോയിട്ടില്ലാത്ത സ്ഥലത്തെക്കുറിച്ച് ഊഹിച്ച് സംസാരിക്കുന്നവൻ്റെ വചനം നമ്മൾ കേൾക്കണോ? അതോ അവിടെ നിന്ന് വന്ന് അവിടെയായിരുന്ന് അവിടുത്തെ കാര്യങ്ങൾ കണ്ടും കേട്ടും പറയുന്നവനെ നമ്മൾ വിശ്വസിക്കണമോ? അപ്പോൾ ഈശോ പിതാവിനോട് കൂടെയായിരുന്നു, പിതാവിനാൽ അയക്കപ്പെട്ടു, ഈ ഭൂമിയിലേക്ക് വന്ന് ആ പിതാവ് ആരാണെന്ന് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. ആ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ആ പിതാവ് ചെയ്ത കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഈശോയ്ക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റി, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. കാരണം എന്താണ്? ഞാൻ അവനാൽ അയക്കപ്പെട്ടവനാണ്, ഞാൻ അവിടെ നിന്നാണ് വരുന്നത്, ഞാൻ അങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്. അവൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, അവൻ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാമത്തെ വചനം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാമത്തെ വചനം. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, എന്നെ നീ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ നാം കണ്ട ആ വലിയ പ്രശ്നത്തിന് പരിഹാരമായി. ആ വലിയ പ്രശ്നം എന്തായിരുന്നു? ആരും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല. ആ പ്രശ്നത്തിന് എങ്ങനെയാണ് പരിഹാരമായത്? ഈശോ ഈ ലോകത്തിലേക്ക് വന്നു, ഈശോ ദൈവത്തിൽ അയക്കപ്പെട്ടു, ഈ ലോകത്തിലേക്ക് വന്ന് ആ ദൈവത്തെ കുറിച്ച് സംസാരിച്ചു, ആ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു, ആ ദൈവസന്നിധിയിലായിരുന്ന കണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഈശോയ്ക്ക് പറയാൻ സാധിച്ചു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അപ്പോൾ കാണപ്പെടാത്ത ദൈവത്തിന് ഒരു രൂപം, അറിയപ്പെടാത്ത ദൈവത്തിന് ഒരു പേര്. ആ രൂപമാണ് യേശു ക്രിസ്തു, ആ പേരാണ് യേശു. ഈ വഴിയല്ലാതെ ഈ ഭൂമിയിൽ മറ്റൊരു വഴിയുമില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നു, കൊളോസ്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ വചനത്തിൽ, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ് ഈശോ. വിശുദ്ധ പൗലോസ് കൊളോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വചനം. യേശുവിനെ കുറിച്ച് പൗലോസ് പറയുന്നത് ഇപ്രകാരമാണ്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനുമാണ്. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, ഈ പ്രതിരൂപമാണ് യേശു. അപ്പോൾ യേശുവിനെ പോലെ ഈ ലോകത്ത് ദൈവത്തെ കാണിച്ചു തരാൻ സാധിക്കുന്ന ആരുമില്ല. ആ ദൈവമേ ഒരുവനേ ഉള്ളൂ, ആ ദൈവത്തിലേക്ക് ഒരു വഴിയേ ഉള്ളൂ, ആ ദൈവത്തിന് മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ രക്ഷ ഈ ലോകത്തിന് നൽകാൻ ഒരു നാമമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാമത്തെ വചനം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഒരൊറ്റ നാമമോ, ഒരുത്തനെ മാത്രമേ പിതാവ് അയച്ചിട്ടുള്ളൂ, ഒരുവനെ മാത്രമേ ഈ ലോകത്തിലേക്ക് പിതാവ് അയച്ചിട്ടുള്ളൂ. അവൻ യേശുവാണ്, അവനാണ് ഏകരക്ഷകൻ, അവനാണ് ലോകരക്ഷകൻ. അവനിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. കാരണം അവൻ വന്നത് ദൈവത്തിൽ നിന്നാണ്, അവൻ പോയത് ദൈവത്തിലേക്കാണ്, അവൻ സംസാരിച്ചത് ദൈവത്തെക്കുറിച്ചാണ്, അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ ദൈവം ചെയ്ത കാര്യങ്ങളാണ്, അവൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ദൈവം പറഞ്ഞ കാര്യമാണ്. അവനെ കാണുന്നവൻ ദൈവത്തെ കാണുന്നവർക്ക് തുല്യമാണ്. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വചനം. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വചനം. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വചനം. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. ഒരു ദൈവമേ ഉള്ളൂ,
ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുവനെയുള്ളൂ. അവൻ ആരാണ്? മനുഷ്യനായി തീർന്ന യേശു ക്രിസ്തു. അവൻ ദൈവത്തോടു കൂടെയായിരുന്നു. ദൈവത്തോടു കൂടെയായിരുന്ന അവൻ മനുഷ്യനായി നമ്മുടെ ഇടയിൽ അവതരിച്ച് ആ കാണാത്ത ദൈവത്തെ നമുക്ക് കാണിച്ചു തന്നു. കാണപ്പെടാത്ത ദൈവത്തിന്റെ കാണപ്പെടുന്ന പ്രതിരൂപമായി ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചു. അവനാണ് ലോകരക്ഷകൻ, അവനാണ് ഏകരക്ഷകൻ. ഇതാണ് യേശുവിനെ കാണണം, യേശുവിനെ അറിയണമെന്ന് പറയുമ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഈശോ ഈ ഭൂമിയിലേക്ക് വന്ന് ഈ ലോകത്തെ പഠിപ്പിച്ചതുപോലെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഈശോ ഈ ഭൂമിയിലേക്ക് വന്ന് ഈ ലോകത്തെ പഠിപ്പിച്ചതുപോലെ ആരും പഠിപ്പിച്ചിട്ടില്ല. അവൻ്റെ പ്രബോധനം കേട്ട് ജനം അത്ഭുതപ്പെട്ടു. അവൻ്റെ പ്രബോധനം കേട്ട് ശത്രുക്കൾ പോലും അത്ഭുതപ്പെട്ടു. അവനെ പിടിച്ചു കൊണ്ടുവരുവാൻ അധികാരികൾ അയച്ചവർ പോലും ഭംഗിയായി അവിടെ പോയി അവൻ്റെ പ്രസംഗം കേട്ട് കയ്യും വീശി പോന്നു. യേശുവിനെ തൊടാൻ അവർക്ക് തോന്നിയില്ല, യേശുവിനെ പിടിച്ചു കൊണ്ടുവരാൻ അവർക്ക് തോന്നിയില്ല. കാരണം എന്താണ്? അവൻ്റെ വാക്കുകൾ കേട്ട് അവർ അത്ഭുതപ്പെട്ടു പോയി. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 28-ാമത്തെ വചനം നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 28-ാമത്തെ വചനം. യേശു പഠിപ്പിച്ചത്, യേശുവിനെ പോലെ ആരുമില്ല, അത് നമ്മൾ കണ്ടു. ഉന്നതത്തിൽ നിന്ന് വന്നവനാണ്, എല്ലാവരെയേക്കാൾ ഉന്നതനാണ്. യേശു പഠിപ്പിച്ചതുപോലെയും ആരും പഠിപ്പിച്ചിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 28-ാമത്തെ വചനം. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. എല്ലാവരും വിസ്മയിച്ചു. അത്ഭുതപ്പെടുത്തുന്ന പ്രബോധനങ്ങൾ, എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കുന്ന പ്രബോധനങ്ങൾ ആരും ഒരിക്കലും ഇതുപോലെ പഠിപ്പിച്ചിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 32-ാമത്തെ വചനം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 32-ാമത്തെ വചനം. അധികാരികൾ സേവകന്മാരെ അയക്കുന്നു യേശുവിനെ പിടിച്ചു കൊണ്ടുവരാൻ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 32-ാമത്തെ വചനം. ജനക്കൂട്ടം അവനെക്കുറിച്ച് പിറുപിറുക്കുന്നത് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു. എന്തിനു വേണ്ടിയാണ് സേവകരെ അയച്ചത്? അവനെ ബന്ധിച്ച് പിടിച്ചു കൊണ്ടുവരാൻ. ഇവർ പോയി. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? 45-46 വചനങ്ങൾ. 45-46 വചനങ്ങൾ. സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? അവർ മറുപടി പറഞ്ഞു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. വാസ്തവത്തിൽ യേശുവിനെ ബന്ധനസ്ഥനാക്കാൻ പോയവരാണ്, അധികാരികൾ പറഞ്ഞയച്ചവരാണ്. അവർ തിരിച്ചു വന്ന് കൈയും വീശി വന്ന് പറയുകയാണ്, ഞങ്ങൾ യേശുവിനെ കൊണ്ടുവന്നിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ കൊണ്ടുവരാഞ്ഞത്? അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ യേശുവിനെ പോലെ ആരും സംസാരിച്ചിട്ടില്ല. ഈ ലോകത്തിന്റെ വിജ്ഞാനത്തെ തകിടം മറയ്ക്കുന്ന, ഈ ലോകത്തിന്റെ ആലോചനകളെ വെല്ലുവിളിക്കുന്ന, മനുഷ്യന്റെ രീതികളെ മാറ്റിമറയ്ക്കുന്ന അത്ഭുതകരമായ പ്രബോധനം കൊണ്ട് ഈ ലോകത്തെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകരക്ഷകനാണ് ഈശോ. ആരും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞവൻ, ആരും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചവൻ. ഈശോ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വചനം. മലമുകളിലെ പ്രസംഗത്തിൻ്റെ ഭാഗമായി ഈശോ പഠിപ്പിച്ചൊരു കാര്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 20-ാമത്തെ വചനം നോക്കുകയാണെങ്കിൽ ആത്മാവിൽ ദരിദ്രരെന്നല്ല ഈശോ പറയുന്നത്. തൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലും ഒരു അത്ഭുതവും തോന്നുന്നില്ലേ? കാരണം എന്താണ്? നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ യേശു ആരോടാണ് ഇത് പറഞ്ഞത്? യേശു ആരോടാണ് ഇത് പറഞ്ഞത്? ദാരിദ്ര്യം ശാപമാണെന്ന് കരുതിയ അന്നത്തെ സമൂഹത്തോട്, സമ്പത്ത് ദൈവാനുഗ്രഹത്തിന്റെ അടയാളമായും ദാരിദ്ര്യം ദൈവശാപത്തിന്റെ അടയാളമായും കരുതിയിരുന്ന ജനക്കൂട്ടത്തെ നോക്കി, ദരിദ്രർ ശപിക്കപ്പെട്ടവരാണെന്ന് വിശ്വസിച്ചിരുന്ന ജനക്കൂട്ടത്തെ നോക്കി യേശു പറയുകയാണ്, ദരിദ്രർ ഭാഗ്യവാന്മാർ. ദാരിദ്ര്യം ഭാഗ്യമാണ്. മനുഷ്യർക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത കാര്യം.
മനുഷ്യരുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന പ്രബോധനം, ലോകത്തിൻ്റെ രീതികളെ വെല്ലുവിളിക്കുന്ന പ്രബോധനം. ഈ ലോകം എന്താണ് സാധാരണ രീതിയിൽ പഠിപ്പിക്കുന്നത്? എല്ലാവരെയേക്കാൾ മുമ്പിലാകണമെങ്കിൽ എല്ലാവരെയും തോൽപ്പിക്കണം, എല്ലാവരെയും പിന്നിലാക്കണം, അങ്ങനെയാണ് മുന്നിലാകേണ്ടത്. ഈ ലോകത്തിൻ്റെ വിജ്ഞാനമാണിത്. പക്ഷേ ഈശോ എന്താണ് പഠിപ്പിക്കുന്നത്? മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 43-ാമത്തെ വചനം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 43-ാമത്തെ വചനം. ലോകത്തിൻ്റെ ചിന്താധാരകളെ വെല്ലുവിളിക്കുന്ന, ലോകത്തിൻ്റെ ചിന്താധാരകളെ മാറ്റിമറിക്കുന്ന യേശുവിൻ്റെ പ്രബോധനം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 43-ാമത്തെ വചനം. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരെയും തോൽപ്പിക്കണമെന്ന ഈ ലോകത്തിൻ്റെ ചിന്താഗതിയെ വെല്ലുവിളിച്ചുകൊണ്ട് സർവശക്തനായ ഈശോ, ലോകരക്ഷകനായ ഈശോ, ഈ ഭൂമിയിൽ ആരും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പഠിപ്പിച്ച ഈശോ, ശത്രുക്കളെ പോലും തൻ്റെ പ്രബോധനം കൊണ്ട് മാറ്റിയ ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളുടെ ഇടയിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. ഈ ലോകം എന്താണ് പഠിപ്പിക്കുന്നത്? സ്വന്തം കാര്യം നോക്കുക, ജീവനെ സംരക്ഷിക്കുക, ആരോഗ്യത്തെ സംരക്ഷിക്കുക. ഈശോ എന്താണ് പറഞ്ഞത്? ആരെങ്കിലും സ്വന്തം ജീവനെ സംരക്ഷിക്കാൻ പരിശ്രമിച്ചാൽ അവനത് നശിപ്പിക്കും. ആരെങ്കിലും എന്നെ പ്രതി സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. ഈ ലോകത്തിന് മനസ്സിലാകാത്തൊരു ഭാഷ, ഈ ലോകത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു പുതിയ ചിന്ത. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 24-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 24-ാമത്തെ വചനം. ഈ ലോകത്തിൻ്റെ രീതികളെ വെല്ലുവിളിച്ചും മാറ്റിമറച്ചും ചിന്താരീതികളെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടും ഈശോ പറയുന്നു, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ആർക്കാണിത് മനസ്സിലാക്കാൻ സാധിക്കുക? ദൈവരാജ്യത്തെ പ്രതി സഹിക്കുമ്പോൾ, ദൈവരാജ്യത്തെ പ്രതി നാണം കെടുമ്പോൾ, ദൈവരാജ്യത്തെ പ്രതി പീഡനമേൽക്കുമ്പോൾ, ദൈവരാജ്യത്തെ പ്രതി അവമാനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഇത് ഭാഗ്യമാണെന്നും ഇത് രക്ഷാദായകമാണെന്നും ചിന്തിക്കാൻ പഠിപ്പിച്ചവൻ ഈ ലോകത്തിൽ ഒരുവൻ മാത്രമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ, മറ്റുള്ളവരെ പ്രതി സഹിക്കാൻ ഈ ലോകത്തെ പഠിപ്പിച്ച ഒരുവൻ യേശുവാണ്. ഈ ലോകം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? സമ്പാദിച്ചു കൂട്ടുക, ആവശ്യത്തിലും കൂടുതലും സമ്പാദിക്കുക, ആ സമ്പത്തിൽ ആനന്ദിക്കുക. എന്നാൽ ഈശോ എന്താണ് പറയുന്നത്? നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗരാജ്യത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. വായിക്കുമ്പോൾ ശരീരത്തിൽ വിറയലുണ്ടാകുന്നുണ്ടോ? ധൈര്യത്തോടെ നിങ്ങൾക്കിത് വായിക്കാൻ സാധിക്കുന്നുണ്ടോ? അതോ നോവലിലെ ചില വാചകങ്ങൾ വായിച്ചു വിടുന്ന ലാഘവത്തോടെ വായിച്ചു വിടുകയാണോ? ഈ വചനങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പിടയ്ക്കുകയാണോ? ഈ ലോകം പറയാത്ത കാര്യങ്ങൾ പറയുന്ന ഈശോ, നിങ്ങൾ എൻ്റെ ശിഷ്യരാകണമെങ്കിൽ എല്ലാം വിൽക്കുക, ദരിദ്രർക്ക് കൊടുക്കുക, സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ചലനവും തോന്നുന്നില്ലേ? ഈ ലോകത്തിൽ നിന്നും വ്യത്യസ്തമായൊരു പഠനം. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 22-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 22-ാമത്തെ വചനം. ധനികനായ യുവാവിനോട് യേശു പറഞ്ഞ വചനമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. ദരിദ്രരെ നോക്കി പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എല്ലാവരേക്കാൾ വലിയവരാകാൻ ആഗ്രഹിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരെയും ശുശ്രൂഷിക്കണം. സ്വന്തം ജീവൻ സംരക്ഷിക്കുന്നവരോട് പറഞ്ഞു, സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുക. സമ്പാദിക്കാൻ പരിശ്രമിക്കുന്നവരോട് പറഞ്ഞു, സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഇതുപോലെയുള്ള പ്രബോധനങ്ങൾ കേട്ട് ജനം വിസ്മയിച്ചു, ജനം അത്ഭുതപ്പെട്ടു. അവനെ ബന്ധനസ്ഥനാക്കാൻ പോയവർ പോലും അവനെ തൊടാൻ പോലും സാധിക്കാതെ കയ്യും വീശി അയച്ചവരുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നിട്ട് പറഞ്ഞു, ഇവനെ പോലെ ആരും സംസാരിച്ചിട്ടില്ല. പ്രിയ ദൈവജനമേ, ഈ ലോകരക്ഷകനായ ഏകരക്ഷകനായ ക്രിസ്തു പഠിപ്പിച്ചതുപോലെ ഈ ഭൂമിയിൽ ആരും പഠിപ്പിച്ചിട്ടില്ല, ഇനിയും ആർക്കും പഠിപ്പിക്കാൻ സാധിക്കുകയുമില്ല. നമ്മുടെ ചിന്താധാരകളെ മാറ്റുന്ന, ഈ ലോകത്തിൻ്റെ രീതികളെ വെല്ലുവിളിക്കുന്ന, ഈ ലോകത്തെ രക്ഷയിലേക്ക് നയിക്കുന്ന ഈശോയുടെ പ്രബോധനങ്ങൾ, മഹത്തായ പ്രബോധനങ്ങൾ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു ഗാനം ആലപിച്ച് നമ്മെ തന്നെ ഒരുക്കാനായി, യേശുവാണ് ഏകരക്ഷകനാണ് എന്ന് തിരിച്ചറിയുവാനും തിരിച്ചറിഞ്ഞ് യേശുവിന് സാക്ഷ്യം കൊടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഇതുവരെ കേട്ട വചനങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നമുക്ക് സൂക്ഷിക്കാം. സാക്ഷ്യം കൊടുക്കുക എന്നതാണ് ദൈവവചന ശുശ്രൂഷയുടെ ആത്യന്തികമായ ലക്ഷ്യം. കാരണം ദൈവവചനം രോഗശാന്തിയുടെയും വിടുതലെയും അത്ഭുതത്തിൻ്റെയും മാത്രം സന്ദേശമല്ല, ആത്യന്തികമായും പരമപ്രധാനമായും ഇത് രക്ഷയുടെ സന്ദേശമാണ്. ആ രക്ഷ കൈവരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റെല്ലാം നമുക്ക് ലഭിക്കുന്നത്. രോഗശാന്തിയും വിടുതലുമെല്ലാം ലഭിച്ചിട്ട് രക്ഷയിലേക്ക് വരാതിരുന്നാൽ ഈ ദൈവവചനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ദൈവവചന ശുശ്രൂഷകളിൽ എത്രയോ പേരാണ് അത്ഭുതങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടിട്ടുള്ളത്. കേരളത്തിൽ നടന്ന ധ്യാന കേന്ദ്രങ്ങളിൽ ശുശ്രൂഷകളിൽ എത്രയോ പേരാണ് രോഗശാന്തി നേടിയെടുത്തിരിക്കുന്നത്. അവരെവിടെ? രോഗശാന്തി നേടിയവർ ഈ യേശുവിന് സാക്ഷ്യം കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് കേരളം രക്ഷയിലേക്ക് വരുമായിരുന്നില്ലേ? രക്ഷ അനുഭവിക്കാത്ത എത്രയോ പേർ രക്ഷ അറിയുമായിരുന്നു. എന്നാൽ ദൈവവചനത്തിന്റെ ലക്ഷ്യം എൻ്റെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിയും എൻ്റെ രോഗശാന്തിയുമാണെന്ന് കരുതി വെച്ചവർ രോഗശാന്തിയും നേടി വീട്ടിൽ പോയി ഹല്ലേലൂയ പറഞ്ഞിരുന്നു. ദൈവം ശക്തനാണെന്ന് പറഞ്ഞു. എന്നാൽ ദൈവവചനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം രക്ഷയെക്കുറിച്ച് ധ്യാനിക്കലാണ്. ആ രക്ഷയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കലാണ്. അങ്ങനെയെങ്കിൽ ദൈവവചനം കേട്ട ഓരോ മകനും മകളും ദൈവവചനത്തിന് സാക്ഷ്യം കൊടുത്തിരുന്നുവെങ്കിൽ രോഗശാന്തി കിട്ടിയവരും വിടുതൽ ലഭിച്ചവരും അത്ഭുതങ്ങൾ കണ്ടവരും ആ യേശു ക്രിസ്തുവിന് ഏകരക്ഷകന് ലോകരക്ഷകന് സാക്ഷ്യം കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് എത്രയോ പേർ യേശുവിനെ അറിയുമായിരുന്നു. എത്രയോ പേരുടെ അധരങ്ങളിലൂടെ ആ യേശുവിന്റെ നാമം മഹത്വപ്പെടുമായിരുന്നു. പക്ഷേ ദൈവവചനത്തെ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാക്കി, എൻ്റെ സ്വകാര്യ സ്വത്താക്കി നമ്മൾ കാത്തു സൂക്ഷിച്ചു. ഇത് നമ്മുടെ സ്വകാര്യ സ്വത്തല്ല, ഇത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി നൽകപ്പെട്ടതല്ല, ഇത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്. അറിയാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാക്ഷ്യം കൊടുക്കണം. യേശുവിനെ കാണുകയും കേൾക്കുകയും വേണം. കണ്ട് കേട്ട് അനുഭവിച്ച് യേശുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആദ്യത്തെ ഭാഗമായി യേശുവിനെ കാണുക കേൾക്കുക എന്നതിൽ 3 ഘടകങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടു. ആദ്യമായി നാം കണ്ടത് എന്താണ്? യേശുവിനെ പോലെ ആരുമില്ല. ലോകരക്ഷകനാണ്, ഏകരക്ഷകനാണ്, എല്ലാവരെയും കാൾ ഉന്നതനാണ്. രണ്ടാമതായി നമ്മൾ കണ്ടു, യേശുവിനെ പോലെ ആരും പ്രബോധനങ്ങൾ നൽകിയിട്ടില്ല. അവൻ്റെ പ്രബോധനങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. അവൻ്റെ പ്രബോധനങ്ങൾ എല്ലാവരുടെയും പ്രബോധനങ്ങളെക്കാൾ വലുതാണ്. മൂന്നാമതായി നാം കാണാൻ പോകുന്ന കാര്യം അവൻ്റെ പ്രവൃത്തികൾ എല്ലാവരെയും മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ്. രക്ഷകനാണ്, ദൈവപുത്രനാണ്, പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയാണ്. പക്ഷെ ഈ ദൈവം മനുഷ്യരുടെ ഇടയിൽ ജീവിച്ച രീതി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാണ് ഒരു ദൈവത്തിന് ഇത്രയും ചെറുതാകാൻ സാധിക്കുക? എങ്ങനെയാണ് ഒരു ദൈവത്തിന് ഇത്രയും മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഒരു ദൈവത്തിന് ഇത്രയും മനുഷ്യരോട് ഇഴുകിച്ചേരാൻ സാധിക്കുക? അത്ഭുതപ്പെടുത്തുന്ന ഈശോ, വിസ്മയിപ്പിക്കുന്ന ഈശോയുടെ ജീവിതം, അതിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചത്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വചനം. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീല മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. ഇതായിരുന്നു അവൻ്റെ ജീവിത രീതി. ദൈവം ജീവിച്ച രീതിയാണിത്. മനുഷ്യരുടെ ഇടയിൽ ചുറ്റി സഞ്ചരിച്ച് മനുഷ്യരോട് ചേർന്ന് നിന്ന് അവരുടെ വേദനകളും ദുഃഖങ്ങളും മനസ്സിലാക്കി അവരിൽ ഒരുവനായി ദൈവം ജീവിച്ചു. അതിനെക്കുറിച്ചാണ് വചനം പറയുന്നത്. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുകയും ഗലീല മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35-ാമത്തെ വചനം നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35-ാമത്തെ വചനം. വീണ്ടും അതേ വചനം നമ്മൾ കാണുന്നു. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുകയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനങ്ങൾക്കിടയിൽ ചുറ്റി സഞ്ചരിച്ചവൻ, സ്വന്തമായി ഒരു കൂടാരമില്ലാതിരുന്നവൻ, സ്വന്തമായി ഒരു വസതിയില്ലാതിരുന്നവൻ, ദൈവജനത്തിനിടയിൽ ഇറങ്ങി നടന്ന്
അവരോടൊപ്പമായിരുന്ന് അവരിൽ ഒരുവനായി ജീവിച്ച സർവശക്തനായ ലോകരക്ഷകനായ ഈശോ മിശിഹ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വചനം. യേശു 12 ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്ന ഈശോ, ജനമധ്യത്തിൽ ജീവിക്കുന്ന രക്ഷകൻ, ലോകരക്ഷകൻ. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 31-ാമത്തെ വചനം. 1-ാമത്തെ വചനം. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 1-ാമത്തെ വചനം. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈശോ നിരന്തരം ദരിദ്രരുടെ ഇടയിൽ, രോഗികളുടെ ഇടയിൽ, പിശാചിബാധിതരുടെ ഇടയിൽ ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട്, ദൈവസ്നേഹം അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട്, ദൈവം പഠിപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച ഈശോ മിശിഹ മനുഷ്യരുടെ ഇടയിൽ കൂടാരമടിച്ച് വസിച്ച്, മനുഷ്യരുടെ ഇടയിൽ സഞ്ചരിച്ച് ദൈവരാജ്യം പ്രസംഗിച്ച ദൈവം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 38-ാമത്തെ വചനം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 38-ാമത്തെ വചനം. പത്രോസ്ലീഹ യേശുവിനെ കൊർണേലിയൂസിൻ്റെ ഭവനത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ ജീവിത രീതിയെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 38-ാമത്തെ വചനം. നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മൾ കണ്ട വചനങ്ങളോ ഏതൊക്കെയാണ്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ വചനം, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35-ാമത്തെ വചനം, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വചനം, ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 1-ാമത്തെ വചനം, അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 38-ാമത്തെ വചനം. ഈ വചനങ്ങളൊക്കെ എന്താണ് പറയുന്നത്? ഈശോ ജനമധ്യത്തിൽ ജീവിച്ചു, അവരുടെ ഇടയിൽ ചുറ്റി സഞ്ചരിച്ചു, അവരോട് സുവിശേഷം പ്രസംഗിച്ചു, അവരെ ദൈവസ്നേഹം അറിയിച്ചു, അവരെ ദൈവത്തിൻ്റെ മഹിമ കാണിച്ചു കൊടുത്തു, അവർക്ക് ദൈവം പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അവർ രോഗങ്ങൾ സുഖപ്പെടുത്തി. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ദൈവം ഇറങ്ങി സഞ്ചരിച്ചു. ഇതുപോലെ ജനത്തോട്, മനുഷ്യരോട് ഇത്രയും ചേർന്ന് നിന്ന ഒരു ദൈവം ഈ ഭൂമിയിൽ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്? എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? മനുഷ്യരോട് ഇത്രയും ഒന്നു ചേർന്നൊരു ദൈവം മനുഷ്യനായി അവതരിച്ച്, മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി, അവനോടുകൂടെ താമസിച്ച്, അവരുടെ ഇടയിൽ ചുറ്റി സഞ്ചരിച്ച് ദൈവത്തെ കാണിച്ചു കൊടുത്ത ദൈവപുത്രനും ലോകരക്ഷകനും ഏകരക്ഷകനുമായ ഈശോ മിശിഹ, അവൻ്റെ പ്രവർത്തികൾ ആർക്കും ചെയ്യാനാവാത്ത പ്രവർത്തികളാണ്. ഈ ഈശോ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ചുറ്റി സഞ്ചരിച്ചപ്പോൾ എന്തായിരുന്നു അവൻ്റെ പ്രതികരണം? എങ്ങനെയാണ് മനുഷ്യൻ്റെ വേദനകളോടും മനുഷ്യൻ്റെ ദുഃഖങ്ങളോടും മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളോടും അവൻ പ്രതികരിച്ചത്? മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 36-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ഇങ്ങനെ ജനമധ്യത്തിൽ ചുറ്റി സഞ്ചരിച്ച ഈശോയ്ക്ക് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി. കാരണം എന്താണ്? അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെയായിരുന്നു. അവർ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവരുടെ വേദന അവൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ചു. അവരുടെ ദുഃഖങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ അവൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ചു. അവൻ്റെ ഹൃദയം അനുകമ്പ കൊണ്ട് നിറഞ്ഞു. ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ ഗ്രീക്ക് മൂലഭാഷയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവൻ്റെ ആന്തരിക അവയവങ്ങൾ പിടച്ചു എന്നാണ്. ആന്തരിക അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഹൃദയം, കരള്, കിഡ്നി. ഈ ആന്തരിക അവയവങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പിടയ്ക്കാൻ തുടങ്ങി, ഉള്ളിലേക്ക് വലിയാൻ തുടങ്ങി. ഈ അർത്ഥത്തിലുള്ളൊരു വാക്കാണ്
ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്ക് വളരെ കഠിനമാണ്. ആ വാക്ക്, ആ ക്രിയാരൂപം വരുന്നത് സ്പ്ലാങ്ക്നോൺ എന്ന് പറയുന്ന ഒരു നാമപദത്തിൽ നിന്നാണ്. ഈ നാമപദത്തിൻ്റെ അർത്ഥം ആന്തരിക അവയവങ്ങളാണ്. ഈ ആന്തരിക അവയവങ്ങൾ ചലിക്കുക, ആന്തരിക അവയവങ്ങൾ പിടയ്ക്കുക, അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾ ഉൾവലിയുക എന്ന അർത്ഥത്തിൽ വരുന്നൊരു വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ അത് പറയാൻ പറ്റാത്തത് കൊണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് വളരെ ലളിതമായി ഈശോയ്ക്ക് അനുകമ്പ തോന്നി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം മകൻ മരിക്കുമ്പോൾ ഒരമ്മയ്ക്ക് തോന്നുന്ന ഉള്ളിലെ ആ വികാരം എന്താണ്? സ്വന്തം ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയ്ക്ക് തോന്നുന്ന ഉള്ളിലെ ആ വികാരം എന്താണ്? വെറുതെ കയ്യും കെട്ടി നിൽക്കുമോ? ഉള്ളു പിടയ്ക്കില്ലേ? ഉള്ളു വിറയ്ക്കില്ലേ? ആന്തരിക അവയവങ്ങൾ അലിഞ്ഞില്ലാതാകുന്നത് പോലെ തോന്നില്ലേ? ആന്തരിക അവയവങ്ങൾ നുറുങ്ങിപ്പോകുന്നതായിട്ട് തോന്നില്ലേ? ഇതാണ് യേശുവിന് പാവപ്പെട്ടവരെ കണ്ടപ്പോൾ, ദരിദ്രരെ കണ്ടപ്പോൾ, രോഗികളെ കണ്ടപ്പോൾ ഉണ്ടായ അനുഭവം. അവൻ്റെ ആന്തരിക അവയവങ്ങൾ അലിഞ്ഞ് ഇല്ലാതാകുന്ന ഒരവസ്ഥ. ഈ ഒരു വചനഭാഗം വളരെ മനോഹരമായിട്ടാണ് തെലുഗു ഭാഷയിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. നിങ്ങളിൽ ആരെങ്കിലും തെലുഗു സംസാരിക്കുന്നവരും തെലുഗു മനസ്സിലാക്കുന്നവരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി തെലുഗു ഭാഷയിൽ ഈ വചനം എഴുതിയിരിക്കുന്നത് നിങ്ങളോടൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. బాధలతో మ్రగ్గుతూ నిస్సహాయులై కాపరిలేని గొర్రెల వలె చెదరియున్న జనసమూహములను చూచి ఆ కరుణామయుని కడుపు తరుగుకొని పోయను. അവസാനത്തെ വാക്കുകൾ പറയുന്നത് കരുണാമയനായ അവൻ്റെ ഉദരം അലിഞ്ഞ് ഇല്ലാതായെന്നാണ്. ഏകദേശം ഗ്രീക്ക് മൂലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രയോഗം. ആന്തരിക അവയവങ്ങൾ അലിഞ്ഞില്ലാതാവുക, ആന്തരിക അവയവങ്ങൾ പിടയ്ക്കുക. ഇതാണ് യേശുവിന് നമ്മെ കാണുമ്പോഴുള്ള അനുഭവം. എൻ്റെ വേദന കാണുമ്പോൾ, എൻ്റെ കണ്ണീര് കാണുമ്പോൾ യേശുവിനുണ്ടാകുന്ന അനുഭവം എന്താണ്? അവൻ്റെ ആന്തരിക അവയവങ്ങൾ അലിഞ്ഞ് ഇല്ലാതാകുന്നത് പോലെ, പിടയ്ക്കുന്നത് പോലെയുള്ളൊരു അനുഭവം. അപ്പോൾ അനുകമ്പ എന്ന് പറയുന്നത് വെറുതെ വഴിയരികിൽ കാണുന്ന ഒരു ഭിക്ഷക്കാരനെ കാണുമ്പോഴോ ഒരു രോഗിയെ കാണുമ്പോഴോ അയ്യോ പാവം എന്ന് നമുക്ക് തോന്നുന്ന ഒരു തോന്നലല്ല. അതിനേക്കാളൊക്കെ ആഴമേറിയ, അതിനേക്കാളൊക്കെ ശക്തമായ ഒരു വികാരം. ഇതാണ് ഈശോയ്ക്ക് ജനത്തോട് തോന്നിയത്. ഇങ്ങനെ ജനത്തെ കണ്ട്, ജനത്തിൻ്റെ വേദനകൾ കണ്ട്, അവൻ്റെ രോഗങ്ങൾ കണ്ട് മനസ്സ് അലിഞ്ഞുപോയ ഏത് ദൈവമാണ് ഈ ഭൂമിയിലുള്ളത്? ഏത് ദൈവത്തെക്കുറിച്ചാണ് ഈ ലോകം കേട്ടിട്ടുള്ളത്? മനുഷ്യന്റെ വേദനകളിൽ സഹതപിക്കുന്ന, അവൻ്റെ പങ്കപ്പാടുകൾ കണ്ട്, അവൻ്റെ സഹനങ്ങൾ കണ്ട് ആന്തരിക അവയവങ്ങൾ അലിഞ്ഞില്ലാതാകുമാറ് ഉള്ളുപിടയുന്ന, ഹൃദയമിടിക്കുന്ന കാരുണ്യവാനായ ഈശോയെ പോലെ ഈ ചരിത്രത്തിൽ, ഈ ലോകത്തിൽ ഏത് ദൈവമാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു ദൈവം ഉണ്ടായിട്ടില്ല, ഒരു ദൈവം ഉണ്ടാകാനും പോകില്ല. ഇതായിരുന്നു അവൻ്റെ രീതി. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാമത്തെ വചനം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാമത്തെ വചനം. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവന് അവരുടെ മേൽ അനുകമ്പ തോന്നി. ഈശോ യാത്രയിലാണ്, ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കരയ്ക്കിറങ്ങി വലിയൊരു ജനക്കൂട്ടം. ആ ജനക്കൂട്ടത്തോട് അവൻ അനുകമ്പ തോന്നി. കാരണം എന്താണ്? അവരിൽ പലരും രോഗികളായിരുന്നു. ഈശോ എന്ത് ചെയ്തു? അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. ഈ അനുകമ്പ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. അതേ വാക്കാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. വിശക്കുന്ന ജനത്തെ കണ്ടപ്പോൾ ആ വിശപ്പുള്ള മനുഷ്യർക്ക് അനുഭവിക്കുന്ന ഉള്ളിലെ തീ, ഉള്ളിലെ ആദി, ഇത് ഈശോയ്ക്കുണ്ടായി. അവൻ്റെ ആന്തരിക അവയവങ്ങൾ അലിഞ്ഞ് ഇല്ലാതാകുമാറ് അവൻ അവരുടെ വേദനയിൽ പങ്കുപറ്റി, അവരോട് അനുകമ്പ തോന്നി. ഉടനെ അവരുടെ മേൽ അനുകമ്പ തോന്നി. അവൻ അവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32-ാമത്തെ വചനം. യേശു ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, ജനക്കൂട്ടത്തോടെ എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല. അവർ വഴിയിൽ തളർന്നു പോകാൻ സാധ്യതയുള്ളതിനാൽ
ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ആരാണ് ഈ സംസാരിക്കുന്നത്? ലോകരക്ഷകൻ. എന്താണ് പറയുന്നത്? എൻ്റെ മുമ്പിലുള്ള ജനത്തിന് വിശപ്പുണ്ട്. അവരുടെ വിശപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവരെ ഞാൻ പറഞ്ഞയച്ചാൽ ഇവർ വഴിയിൽ തളർന്നു പോയാലോ? ഇത്രമേൽ മനുഷ്യനെ കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും എഴുതപ്പെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ലോകരക്ഷകനായ ഏകരക്ഷകനായ ഈശോയുടെ അത്ഭുതപ്പെടുത്തുന്ന രീതികളാണിവ. മനുഷ്യന്റെ വേദനകളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന കാരുണ്യവാനായ ഈശോ. ഈ ഈശോയോട് ചേർന്ന് നിൽക്കാനോ അവന് പകരം വയ്ക്കുവാനോ ഈ ഭൂമിയിൽ ഒരു രക്ഷകനില്ല, ഈ ഭൂമിയിൽ ഒരു ദൈവമില്ല. പ്രിയപ്പെട്ടവരെ, ഉറച്ച് വിശ്വസിക്കുക, ഈശോ ഏകരക്ഷകനാണ്. ഈശോ ലോകരക്ഷകനാണ്. ഇത്രമേൽ മനുഷ്യരോട് ചേർന്ന് നിൽക്കുവാനും ഇത്രമേൽ മനുഷ്യരെ മനസ്സിലാക്കുവാനും അവൻ്റെ കണ്ണീരിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും അവനെ സഹായിക്കുവാനും സാധിക്കുന്ന ഒരു ദൈവം ഈ ലോക ചരിത്രത്തിലില്ല. ഈശോ മാത്രമാണ് മനുഷ്യരെ ഇത്രയും സ്നേഹിക്കുന്ന ദൈവം. അവനാണ് ലോകരക്ഷകൻ, അവനാണ് ഏകരക്ഷകൻ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ നമുക്ക് നോക്കാം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയ ജനക്കൂട്ടവും അവൻ അനുഗമിച്ചു. നഗര കവാടത്തിനെത്തിയപ്പോൾ ജനക്കൂട്ടം ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് അവൻ കണ്ടു. ഒരു വിധവയുടെ ഏകമകനായിരുന്നവൻ. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, സ്ത്രീയെ, കരയേണ്ട. അവൻ മുന്നോട്ട് ചെന്ന് ശവമഞ്ചത്തിൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. ഈശോ സാധാരണ രീതിയിൽ നടന്നു പോകുന്നു. ഒരു പട്ടണത്തിലെത്തി ഈശോ കാണുന്നത് ശവമഞ്ചം വഹിച്ചുകൊണ്ട് കുറച്ച് പേർ പോകുന്നതാണ്. ഈശോ നോക്കിയപ്പോൾ ആ ശവമഞ്ചത്തിൻ്റെ പിന്നാലെ വിങ്ങി വിങ്ങി കരഞ്ഞ് ഒരു സ്ത്രീ നടക്കുന്നു. അവളുടെ കണ്ണീര് കണ്ടപ്പോൾ ഈശോയ്ക്കുണ്ടായ അനുഭവം എന്താണ്? അനുകമ്പ. ഗ്രീക്ക് ഭാഷയിൽ അനുകമ്പ എന്താണെന്ന് നമ്മൾ കണ്ടു. വിശുദ്ധ ഗ്രന്ഥത്തിൽ അനുകമ്പ എന്താണെന്ന് കണ്ടു. വിങ്ങി വിങ്ങി കരയുന്ന, മകൻ്റെ വേർപാടിൽ വേദനിക്കുന്ന അമ്മയുടെ ആന്തരിക അവയവങ്ങൾ നുറുങ്ങി ഇല്ലാതാകുന്നത് പോലെ യേശുവിൻ്റെ ആന്തരിക അവയവങ്ങൾ നുറുങ്ങി ഇല്ലാതായി. ആ അമ്മയുടെ വേദന ഇവൻ തിരിച്ചറിഞ്ഞു. ഇവൻ ഓടിച്ചെന്ന് ആ സ്ത്രീയോട് പറയുകയാണ്, സ്ത്രീയെ, നീ കരയേണ്ട. നിന്റെ കണ്ണീര് എൻ്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്നു. നിന്റെ കണ്ണീര് എൻ്റെ ആന്തരിക അവയവങ്ങളെ നുറുക്കിക്കളയുന്നു. നിന്റെ കണ്ണീര് എൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നു. നീ കരയരുത്. നിന്റെ കണ്ണീര് കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. വെറുതെ പറയുകയല്ല, പിന്നീട് ആ മകനെ ഉയർപ്പിച്ച് അവൾക്ക് കൊടുത്തു. ഒരു വിധവയുടെ കണ്ണീരിന് ഈ ദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ ഏത് ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇത്രയും വിലയുള്ളത്? ഒരു വിധവയുടെ വേദനയ്ക്ക്, മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദനയ്ക്ക് ഈ കാരുണ്യവാനായ ഈശോയുടെ മുമ്പിലല്ലാതെ ഏത് ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇത്രയും വിലയുള്ളത്? അവളുടെ ഉള്ളു നിറങ്ങിയതുപോലെ അവൻ്റെ ഉള്ളു നുറുങ്ങി. ഇങ്ങനെ പാവപ്പെട്ടവരോടും ദരിദ്രരോടും പാപികളോടും കൂട്ടുചേർന്ന് ജീവിച്ച അവനെ അന്നത്തെ സമൂഹം വിമർശിച്ചു. യഹൂദരും അധികാരികളും അവനെ വിമർശിച്ചു. എന്ത് പറഞ്ഞിട്ടാണ് വിമർശിച്ചത്? നീ പാപികളുടെയും ചുങ്കക്കാരുടെയും കൂട്ടുകാരനാണ്. അത്രയും പാപികളോടും ചുങ്കക്കാരോടും ഇണങ്ങിച്ചേർന്ന് ജീവിച്ച ദൈവത്തിന് അവർ കൊടുത്ത പേരെന്താണ്? നീ പാപികളുടെ കൂട്ടുകാരനാണ്, നീ ചുങ്കക്കാരുടെ കൂട്ടുകാരനാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 19-ാമത്തെ വചനം നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 19-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 19-ാമത്തെ വചനം. യേശുവിൻ്റെ രീതികൾ കണ്ട് ആ രീതികൾ സഹിക്കാതെ ഇഷ്ടപ്പെടാതെ അന്നത്തെ അധികാരികളും പ്രമുഖന്മാരും പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. യേശുവിന് അവർ കൊടുത്ത പേരെന്താണ്? ഇവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂട്ടുകാരാണ്. ഏതെങ്കിലും ഒരു ദിവസം ഒരു ചുങ്കക്കാരൻ്റെ അടുത്ത് പോയത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? ഏതെങ്കിലും ഒരു ദിവസം ഒരു പാപിയോട് സഹവാസം കൂടിയതിൻ്റെ പേരിലാണോ അങ്ങനെ പറഞ്ഞത്? അല്ല. നിരന്തരം ചുങ്കക്കാരോടും പാപികളോടും ദരിദ്രരോടും
അവശരോടും രോഗികളോടും പക്ഷം ചേർന്ന് അവരിൽ ഒരുവനായി ഈ ഭൂമിയിൽ ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ട്, ലോകത്തിൻ്റെ ചിന്താരീതികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യനായി നടന്നു നീങ്ങിയ കാരുണ്യവാനായ ദൈവത്തിൻ്റെ രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 10-11 വചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 10-11 വചനങ്ങൾ. യേശുവിനെ അനുഗമിക്കുന്ന മത്തായിയുടെ വീട്ടിലേക്ക് ഈശോ പോയ സന്ദർഭം. യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് അവനോടും ശിഷ്യന്മാരോടും കൂടെ വന്ന് ഭക്ഷണത്തിനിരുന്നു. യേശു ആരുടെ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്? മത്തായിയുടെ വീട്ടിലേക്ക്. അവനൊരു ചുങ്കക്കാരനാണ്. അതുകൂടാതെ ആ പ്രദേശത്തുള്ള അനേകം ചുങ്കക്കാരും വന്ന് അവനോടും ശിഷ്യരോടും കൂടെ ഭക്ഷണത്തിനിരുന്നു. ഫരീസേയർ ഇത് കണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗുരു ഇങ്ങനെ ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു വ്യക്തിയോട്, ഏതെങ്കിലും ഒരു പാപിയോടോ ചുങ്കക്കാരനോടോ ഒരിക്കൽ സ്നേഹം കാണിച്ചതിൻ്റെ പേരിലല്ല, ഈശോയുടെ ജീവിതത്തിലെ നിരന്തരമായ ഒരു കാര്യമായിരുന്നത്. വീട്ടിൽ പോയതിനു ശേഷം 2-3 വചനങ്ങൾ കൂടി നിങ്ങൾ വായിക്കണം. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1-2 വചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1-2 വചനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. പുതിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല. ഇതേ കാര്യം, ചുങ്കക്കാരോട് പാപികളോട് ചേർന്ന് ജീവിക്കുന്ന ഈശോ. പിന്നെ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനങ്ങൾ വായിക്കണം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനങ്ങൾ. ഇവിടെ ഈശോ ശിമയോൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗിയുടെ വീട്ടിൽ ഭക്ഷണത്തിന് പോവുകയാണ്. കുഷ്ഠരോഗിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക. ആര്? ലോകരക്ഷകൻ. കോവിഡ് വന്നപ്പോൾ കോവിഡ് രോഗിയുടെ വീട്ടിലേക്ക് പോകാൻ പോലും ഭയപ്പെട്ടവരാണ് നമ്മൾ. കോവിഡിനേക്കാൾ ഭയാനകവും ഭീകരവുമാണ് കുഷ്ഠം. ഈ കുഷ്ഠരോഗിയുടെ വീട്ടിൽ വളരെ ലാഘവത്തോടെ ഈശോ പോയി ഭക്ഷണം കഴിക്കുന്നു. കുഷ്ഠരോഗിയെ അന്നത്തെ സമൂഹം എങ്ങനെയാണ് കണ്ടിരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് ലേവ്യരുടെ പുസ്തകം 13-ാം അധ്യായം 45-46 വചനങ്ങൾ നിങ്ങൾ വായിക്കണം. ഏതൊക്കെ വചനങ്ങളാണ് ഇപ്പോൾ വായിക്കേണ്ടത്? ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1-2 വചനങ്ങൾ, ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനങ്ങൾ, ലേവ്യരുടെ പുസ്തകം 13-ാം അധ്യായം 45-46 വചനങ്ങൾ. ലേവ്യരുടെ പുസ്തകം 13-ാം അധ്യായം 45-46 വചനങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? കുഷ്ഠരോഗി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അവൻ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണം. അവന് നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ അവകാശമില്ല. അവൻ മുടി ചീകരുത്. മുടി ചീകാൻ അവൻ അവകാശമില്ല. അവൻ മേൽചുണ്ട് ഒരു തുണി കൊണ്ട് മറച്ച് അശുദ്ധൻ അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അവൻ പാളയത്തിന് വെളിയിൽ കൂടാരത്തിൽ ഏകനായി വസിക്കണം. സ്വന്തം കുടുംബത്തിൻ്റെ കൂടെ പോലും താമസിക്കാൻ അവന് അനുവാദമില്ല. ഇങ്ങനെയുള്ളവനായിരുന്നു ശിമയോൻ. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചവൻ, സ്വന്തം മുടി ചെയ്യാൻ അവകാശമില്ലാത്തവൻ, മേൽചുണ്ട് തുണി കൊണ്ട് മറച്ച് അശുദ്ധൻ അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ, പാളയത്തിന് വെളിയിൽ ഏകനായി ഒറ്റപ്പെട്ട് വെറുക്കപ്പെട്ട് ജീവിച്ച ശിമയോൻ. അവൻ്റെ അടുത്തേക്ക് ഈശോ പോയി ആഘോഷമായി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഈ യേശുവിനെ പോലെ ഈ ഭൂമിയിൽ കരുണയുള്ള ഒരു ദൈവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവൻ്റെ പ്രവർത്തികൾ അത്ഭുതപ്പെടുത്തുന്നവയാണ്. ഇങ്ങനെ യേശുവിനെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ യേശുവിനെ നമ്മൾ കാണണം, യേശുവിനെ നമ്മൾ കേൾക്കണം. യേശുവിനെ കാണണം, കേൾക്കണമെന്ന് പറയുമ്പോൾ 3 ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, യേശു ലോകരക്ഷകനാണ്, ഏകരക്ഷകനാണ്, എല്ലാവരെയും കാൾ ഉപരിയാണ്. രണ്ടാമതായിട്ട് അവൻ്റെ പ്രബോധനങ്ങൾ എല്ലാവരെയും അതിശയിപ്പിക്കുന്നവയാണ്. മൂന്നാമതായി അവൻ്റെ രീതികൾ ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. ആർക്കും മറികടക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള രീതികൾ. ഈ യേശുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ യേശുവിൻ്റെ സ്നേഹം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? യേശുവിനെ നിങ്ങൾ അടുത്തറിഞ്ഞിട്ടുണ്ടോ? അറിയണം, കാണണം, അനുഭവിക്കണം. അതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം. ഈശോ ഉത്ഥാനം ചെയ്തതിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ശിഷ്യന്മാരെ മുഴുവൻ വിളിച്ചു കൂട്ടി പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവൻ അവരോട് പറഞ്ഞു,
നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. യേശുവിൻ്റെ കൽപ്പനകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണിത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പറയുന്നത്? ഇതിനു മുമ്പ് നമ്മൾ കണ്ടു അവൻ്റെ പ്രബോധനങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്നവയാണ്. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയ കൽപ്പനയാണെന്ന് പറയുന്നത്? ഈ കൽപ്പന നൽകപ്പെട്ട പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണം. ഏത് പശ്ചാത്തലത്തിലാണ് ഈ കൽപ്പന കൊടുത്തത്? പുനരുത്ഥാനം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, സ്വർഗത്തിലേക്ക് പോകാൻ പോവുകയാണ്. അതിന് തൊട്ടു മുമ്പായിട്ട് ഈശോ ശിഷ്യന്മാരെ മുഴുവൻ വിളിച്ചു കൂട്ടി എങ്ങനെ പറഞ്ഞു? നിങ്ങൾ എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കണം. ആ സംഭാഷണം അവസാനിക്കുന്നത് 18-ാമത്തെ വചനത്തിലാണ്. 19-ാമത്തെ വചനത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ഇത് സംസാരിച്ചതിന് ശേഷം, ഈ കൽപ്പന കൊടുത്തതിന് ശേഷം ഒരു കൽപ്പനയും കൊടുത്തിട്ടില്ല. ഇത് പറയുന്നു ഈശോ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ യേശുവിൻ്റെ അവസാനത്തെ വാക്കുകൾ, ഈ ഭൂമിയിലെ യേശുവിൻ്റെ അവസാനത്തെ വാക്കുകൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിൻ്റെ അന്ത്യാഭിലാഷം. ഇതാണ് യേശുവിൻ്റെ അന്ത്യാഭിലാഷം. നിങ്ങൾ ലോകമെങ്ങും പോകണം, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം, നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കണം. മനുഷ്യരുടെ അവസാനത്തെ ആഗ്രഹത്തിന്, മാതാപിതാക്കന്മാരുടെ അന്ത്യാഭിലാഷത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി പറഞ്ഞ കാര്യമാണ്, തീർച്ചയായും ഞാനിത് ചെയ്തിരിക്കും. എൻ്റെ അമ്മ അവസാനമായി പറഞ്ഞ കാര്യമാണ്, ഇത് അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ്, തീർച്ചയായും ചെയ്യും. അമ്മയുടെയും അപ്പൻ്റെയും അവസാന ആഗ്രഹങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. സന്യാസ സമൂഹങ്ങളുടെ സ്ഥാപകർക്ക്, വിശുദ്ധരുടെ അവസാന വാക്കുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. യേശുവിൻ്റെ അവസാന ആഗ്രഹത്തിന് നമ്മൾ എന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നില്ല? ഇതാണ് യേശുവിൻ്റെ അവസാനത്തെ ആഗ്രഹം. നിങ്ങൾ പോയി എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കണം. നിങ്ങൾ പോയി പ്രഘോഷിക്കണം എന്ന് പറയുമ്പോൾ ഈശോ ആരോടാണ് പറഞ്ഞത്? ഈശോ ആരോടാണ് പറഞ്ഞത്? ഈശോ ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ ഈശോയുടെ മുമ്പിൽ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? 11 പേര്. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു, പകരം വേറെ ശിഷ്യനെ തിരഞ്ഞെടുത്തിട്ടില്ല. 11 പേരേ ഉള്ളൂ. 14-ാമത്തെ വചനം നമുക്ക് വായിക്കാം. 14-ാമത്തെ വചനം, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14-ാമത്തെ വചനം. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. 11 പേരേ ഉള്ളൂ. ഇവരോട് ഈശോ എന്താണ് പറയുന്നത്? നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ആ 11 പേര് അന്നത്തെ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുമെന്നും അന്നത്തെ എല്ലാ ജനവിഭാഗങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുമെന്നും ഈശോ യഥാർത്ഥത്തിൽ ഉള്ളിൽ വിശ്വസിച്ചിരുന്നോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 11 പേര് ഈശോയുടെ മുമ്പിലുണ്ട്. അവരോട് പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോകണം, എല്ലാവരോടും സുവിശേഷം പ്രഘോഷിക്കണം, എല്ലാ സൃഷ്ടികളോടും. അപ്പോൾ ഇവർ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തുമെന്നും അന്നുള്ള എല്ലാ ജനങ്ങളെയും കാണുമെന്നും അവരോട് സുവിശേഷം പ്രസംഗിക്കുമെന്നും ഈശോ പ്രതീക്ഷിച്ചിരുന്നോ? ഈശോ പ്രതീക്ഷിച്ചിരുന്നോ? ഒരു സാധ്യതയില്ല, ഒരു സാധ്യതയില്ല. വിമാനങ്ങളില്ലാതിരുന്ന നാളിൽ, നല്ല കപ്പലുകളില്ലാതിരുന്ന നാളുകളിൽ, ഇന്ന് കാണുന്ന യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്ന നാളുകളിൽ, വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഇല്ലാതിരുന്ന നാളുകളിൽ, കത്തയക്കുന്ന സമ്പ്രദായം പോലും തുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന നാളുകളിൽ 11 പേര് ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും പോയി എല്ലാ മനുഷ്യരെയും കണ്ട് അവരോട് സുവിശേഷം പ്രസംഗിക്കുമെന്ന് ഈശോ വിശ്വസിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? തോമാസ് ലീഹ ഇന്ത്യയിലേക്ക് വന്നു, മുക്കിലും മൂലയിലും കുറച്ച് സുവിശേഷം പ്രസംഗിച്ചു, തോമാസ് ലീഹ കൊല്ലപ്പെട്ടു. അതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറച്ച് സ്ഥലത്ത് പ്രസംഗിച്ചു, അവർ മരിച്ചു. അവർക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈശോ ആരോടാണ് സംസാരിക്കുന്നത്? 11 പേരിൽ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും മധ്യവയസ്കരാണ്. യേശുവിനേക്കാൾ പ്രായം കൂടിയവരോ യേശുവിനോടൊപ്പം പ്രായമുള്ളവരാണ്. യോഹന്നാൻ മാത്രമാണ് ചെറുപ്പക്കാരൻ. ഇവർ എത്ര നാൾ ജീവിക്കും? അത്രയും 11 പേരോട് വലിയ ലോകപരിചയമില്ലാത്ത, വലിയ വിദ്യാഭ്യാസമില്ലാത്ത, ഗലീലി കടൽ തീരത്ത് മീൻ പിടിച്ചും ആ പട്ടണത്തിലും ഗ്രാമത്തിലും ചുങ്കം പിരിച്ചും ജീവിച്ച സാധാരണ ഗ്രാമീണര് അന്നത്തെ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കുമെന്ന് ഈശോ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈശോ ഇത് പറഞ്ഞത്?
അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈശോ പറഞ്ഞത്. ഈശോയുടെ മുമ്പിലുണ്ടായിരുന്നത് 11 പേർ മാത്രമാണ്. എന്നാൽ ഈശോയുടെ മനസ്സിലുണ്ടായിരുന്നതോ നമ്മളെല്ലാവരുമാണ്. നമ്മെ എല്ലാവരെയും ഉള്ളിൽ കണ്ടുകൊണ്ടാണ് ഈശോ ഇത് പറഞ്ഞത്. വല്ലാർപാടത്തെ പരിശുദ്ധ അമ്മയുടെ തിരുമുറ്റത്ത് ഈ ബൈബിൾ കൺവെൻഷൻ ഇങ്ങനെ നടക്കുമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും വരുമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. വിമാനങ്ങളും കപ്പലുകളും ഉണ്ടാകുമെന്നും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കുമെന്നും ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഈ എല്ലാ സാധ്യതകളും ഈ എല്ലാ വഴികളും ഉള്ളിൽ കണ്ടുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുമെന്ന്. ഈശോയുടെ മുമ്പിലുണ്ടായിരുന്നത് ആ 11 പേർ മാത്രമാണ്. പക്ഷേ ഈശോയുടെ മനസ്സിലുണ്ടായിരുന്നത് ഞാനും നിങ്ങളും എല്ലാവരുമാണ്. മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വചനം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. എത്ര നാൾ ഉണ്ടായിരിക്കുമെന്നാണ് ഈശോ പറയുന്നത്? യുഗാന്തം വരെ. യേശുവിൻ്റെ മുമ്പിലുള്ളത് ആരാണ്? മധ്യവയസ്സിലെത്തിയ 10 പേരും ചെറുപ്പക്കാരനായ യോഹന്നാനും. ഇവര് എത്ര നാൾ ജീവിക്കാൻ സാധ്യതയുണ്ട്? ഏറിയാൽ ഒരു 60 വർഷം. അതിൽ കൂടുതൽ ഇവർ ജീവിക്കുമോ? 1-ാം നൂറ്റാണ്ട് കടന്ന് ഒരു അപ്പസ്തോലനും ജീവിച്ചിട്ടില്ല. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ അപ്പസ്തോലൻ യോഹന്നാൻ മരിച്ചു. അതിൻ്റെ അപ്പുറത്തേക്ക് ആരും ജീവിച്ചിട്ടില്ല. അപ്പോൾ ഏറിയാൽ 60 വർഷം ജീവിക്കാൻ സാധ്യതയുള്ള 1-ാം നൂറ്റാണ്ട് കടന്ന് ആരും ജീവിക്കാൻ സാധ്യതയില്ലാത്ത മധ്യവയസ്സിലെത്തിയ 11 പേരെ മുമ്പിൽ നിർത്തിയിട്ട് ഈശോ പറയുകയാണ്, യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈശോ സംസാരിച്ചത് അവരോട് മാത്രമായിട്ടാണോ? അവരോട് മാത്രമാണെങ്കിൽ എന്തു പറയണമായിരുന്നു? നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ മരണത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തെ അത് സംബന്ധിക്കുന്നതാകുമായിരുന്നു. അത്രയും മതിയായിരുന്നു അവർക്ക് വേണ്ടി മാത്രമാണെങ്കിൽ. പക്ഷേ ഈശോ പറയുന്നത് എന്താണ്? യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത് നമ്മെയും കൂടി ബാധിക്കുന്ന കാര്യമാണ്. 2024 ഇതിൽ പെടും. ഈ വല്ലാർപാടത്ത് അമ്മയുടെ തിരുമുറ്റത്തിരിക്കുന്ന നിങ്ങളെല്ലാവരും, ഞാനും ഇതിൽ പെടും. നമ്മളെല്ലാവരുമാണ് സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. ആ 11 പേരെ മാത്രമാണ് ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങളുടെ മരണം വരെ, നിങ്ങളുടെ ജീവിത അവസാനത്തോളം, 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോളം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. യുഗാന്തം വരെ എന്ന് പറഞ്ഞാൽ യുഗാന്തം വരെ യേശുവിൻ്റെ സുവിശേഷം കേൾക്കാൻ സാധ്യതയുള്ള എല്ലാവരും, യുഗാന്തം വരെ യേശുവിനെ അറിയാൻ സാധ്യതയുള്ള എല്ലാവരും സുവിശേഷം പ്രഘോഷിക്കണം, യേശുവിന് സാക്ഷ്യം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി എല്ലാവർക്കുമുണ്ട്. പലപ്പോഴും നമ്മൾ ധരിച്ചു വയ്ക്കാറുണ്ട് സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി വൈദികർക്കും സന്യസ്തർക്കും മാത്രമുള്ളതാണെന്ന്. അല്ല, സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി വൈദികർക്കും സന്യസ്തർക്കും മാത്രമുള്ളതല്ല. കാരണം സുവിശേഷം പ്രസംഗിക്കാനുള്ള വിളി ലഭിക്കുന്നത് പൗരോഹിത്യത്തിൽ നിന്നല്ല. സുവിശേഷം പ്രസംഗിക്കാനുള്ള വിളി ലഭിക്കുന്നത് സന്യാസ ജീവിതത്തിൽ നിന്നല്ല. സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി ലഭിക്കുന്നത് മാമോദീസായിൽ നിന്നാണ്. അതുകൊണ്ട് മാമോദീസ സ്വീകരിച്ച എല്ലാവരും സുവിശേഷം പ്രസംഗിക്കണം. മാമോദീസ സ്വീകരിച്ച എല്ലാവരും മിഷണറിമാരാണ്. സുവിശേഷ പ്രഘോഷണം എൻ്റെ ദൗത്യമല്ല എന്ന് ഒരു ക്രിസ്ത്യാനിക്കും പറയാൻ സാധിക്കില്ല. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത് സുവിശേഷം പ്രഘോഷിക്കുമ്പോഴാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നത് യേശുവിന് സാക്ഷ്യം കൊടുക്കുമ്പോഴാണ്. ഞാൻ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് ദുരിതം. ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത്, ലേഖന ഭാഗത്ത് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കാർക്ക് 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ വിശുദ്ധ പൗലോസ് ലേഖ പറയുന്നു, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിലോ എനിക്ക് ദുരിതം. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതപ്രബോധന ഗ്രന്ഥമായ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ 1816-ാമത്തെ ഖണ്ഡിക വളരെ വ്യക്തമായും ശക്തമായും പഠിപ്പിക്കുന്നു, നിത്യരക്ഷ പ്രാപിക്കാൻ
സുവിശേഷം കേട്ടാൽ പോരാ, സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ പോരാ, സുവിശേഷത്തിന് സാക്ഷ്യം കൊടുക്കണം, സുവിശേഷം പ്രഘോഷിക്കണം. ഇത് വൈദികരെയും സന്യസ്തരെയും മിഷണറിമാരെയും മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള പഠനമല്ല. എല്ലാ മനുഷ്യരെയും, യേശുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചാണ് വേദോപദേശം പഠിപ്പിക്കുന്നത്. നിത്യരക്ഷ പ്രാപിക്കാൻ സുവിശേഷം കേട്ടാൽ പോരാ, സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ പോരാ, സുവിശേഷത്തിന് സാക്ഷ്യം കൊടുക്കണം, സുവിശേഷം പ്രഘോഷിക്കണം. ഇങ്ങനെ പഠിപ്പിക്കാൻ സഭയ്ക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വചനങ്ങളിൽ ഈശോ ഇപ്രകാരം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വചനങ്ങൾ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഈ വാക്യത്തെ ആസ്പദമാക്കിയാണ് സഭ പഠിപ്പിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ, യേശുവിൻ്റെ സന്നിധിയിൽ നിൽക്കണമെങ്കിൽ, ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം അവനെ നമ്മൾ ഏറ്റുപറയണം, അവന് സാക്ഷ്യം കൊടുക്കണം. അവനെക്കുറിച്ച് സാക്ഷ്യം കൊടുക്കാതിരുന്നാൽ യേശു നമ്മെക്കുറിച്ച് സാക്ഷ്യം കൊടുക്കില്ല. അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണം നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. കണ്ട യേശുവിനെ കുറിച്ച്, കേട്ട യേശുവിനെ കുറിച്ച് സാക്ഷ്യം കൊടുക്കണം. അനനിയാസ് പൗലോസിനോട് പറഞ്ഞ വചനങ്ങൾ നമുക്ക് ഓർക്കാം. നീ കണ്ട യേശുവിന്, നീ കേട്ട യേശുവിൻ്റെ സ്വരത്തിന് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ നീ സാക്ഷ്യം കൊടുക്കണം. നമ്മളെല്ലാവരും സാക്ഷികളാണ്. ക്രൈസ്തവരെല്ലാവരും സാക്ഷികളാണ്. ക്രൈസ്തവരെല്ലാവരും മിഷണറിമാരാണ്. മാമോദീസ ജലം തലയിൽ വീണിട്ടുള്ള ആരൊക്കെ ഈ വചനകൂടാരത്തിലിരുന്ന് വചനം കേൾക്കുന്നുണ്ടോ, പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, നിങ്ങളെല്ലാവരും സാക്ഷികളാണ്. നിങ്ങളെല്ലാവരും മിഷണറിമാരാണ്. നിങ്ങളെല്ലാവരും സുവിശേഷ പ്രവർത്തകരാണ്. സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിക്കൽ തമ്പുരാനെ കാണാനായി പോകണമെങ്കിൽ, കർത്താവും നമ്മെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവന് നമ്മൾ സാക്ഷ്യം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, സഭയുടെ ആദ്യ നാളുകളിൽ സുവിശേഷത്തിന് സാക്ഷ്യം കൊടുത്തത് അപ്പസ്തോലന്മാർ മാത്രമായിരുന്നില്ല. സാധാരണ ക്രിസ്ത്യാനികൾ സുവിശേഷത്തിന് സാക്ഷ്യം കൊടുത്തിരുന്നു. ഒരു ഉദാഹരണം മാത്രം കണ്ട് നമുക്ക് നിർത്താം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു. ആരുടെ വധത്തെയാണ് അനുകൂലിച്ചത്? സ്തേഫാനോസിൻ്റെ വധത്തെ. അന്ന് ജെറൂസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു, വലിയ മതമർദ്ദനം നടന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂദയായുടെയും സമരയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. ആരാണ് ചിതറിപ്പോയത്? അപ്പസ്തോലന്മാരൊഴികെയുള്ളവർ. അവരാരാണ്? സാധാരണ വിശ്വാസികൾ, സാധാരണ ക്രിസ്ത്യാനികൾ. ഇവർ എന്താണ് ചെയ്തത്? 4-ാമത്തെ വചനം നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 4-ാമത്തെ വചനം. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ചിതറിക്കപ്പെട്ടവർ ആരായിരുന്നു? അപ്പസ്തോലന്മാരൊഴികെയുള്ളവർ. അപ്പോൾ വചനം ചുറ്റി പ്രസംഗിച്ചുകൊണ്ട് സമരയായിൽ ചുറ്റി സഞ്ചരിച്ചവർ ആരായിരുന്നു? അപ്പസ്തോലന്മാരൊഴികെയുള്ളവർ. അപ്പസ്തോലന്മാരായിരുന്നില്ല, സാധാരണ ക്രിസ്ത്യാനികൾ, ചിതറിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ, പീഡിപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ, സുവിശേഷത്തെ പ്രതി വീടും നാടും ഉപേക്ഷിക്കേണ്ടി വന്ന, മർദ്ദനമേൽക്കേണ്ടി വന്ന, പീഡനമേൽക്കേണ്ടി വന്ന സാധാരണ ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിനെ കണ്ടിട്ടുള്ള, ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള സാധാരണ വിശ്വാസികളാണ് സമരിയായുടെ പല പ്രദേശങ്ങളിലും ആദ്യമായി സുവിശേഷം എത്തിച്ചത്. നാളുകൾ കഴിഞ്ഞപ്പോൾ ജെറൂസലേമിലെ അപ്പസ്തോലന്മാർ കേട്ടു സമരിയായിലെ ജനം വിശ്വാസം സ്വീകരിച്ചുവെന്ന്. അപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും അങ്ങോട്ട് പറഞ്ഞയച്ചു അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ. പത്രോസും യോഹന്നാനും അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള വിശ്വാസികളുടെ അവസ്ഥ എന്താണ്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വചനം. ആദ്യമായിട്ട് അപ്പസ്തോലന്മാർ സമരിയായിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോൾ അവർ കണ്ടത് എന്താണ്? സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറൂസലേമിലെ അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു. ആദ്യമായിട്ടാണ് അപ്പസ്തോലന്മാർ പോകുന്നത്. അവർ അവിടെ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അടുത്ത വചനം ശ്രദ്ധിക്കണം. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ്
അപ്പസ്തോലന്മാർ പോകുന്നത്. പക്ഷേ അതിനു മുമ്പേ അവർ സുവിശേഷം കേട്ടു, യേശുവിനെ സ്വീകരിച്ചു, മാമോദീസായും സ്വീകരിച്ചു. ഇത് ആര് വഴിയാണ് നടന്നത്? ചിതറിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ വഴി, സാധാരണ വിശ്വാസികൾ വഴി. പ്രിയപ്പെട്ടവരെ, ഒരു പ്രദേശത്ത് പുതിയതായി പോകാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചാൽ, ഒരു പുതിയ ഗ്രാമത്തിൽ താമസിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഒരു പുതിയ മനുഷ്യനെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഈശോയെ ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തിയെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, മറക്കരുത്, അവനെ യേശുവിനെ അറിയിക്കാൻ അയക്കപ്പെട്ട മിഷണറിയാണ് നിങ്ങൾ. ഒരു പുതിയ പ്രദേശത്ത് ജോലിപരമായി നിങ്ങൾ പോയാൽ, ഒരു പുതിയ ഓഫീസിൽ നിങ്ങൾ ജോലിപരമായി പോയാൽ, അവിടെ ക്രിസ്തുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ മറക്കരുത്, ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കാൻ അയക്കപ്പെട്ട മിഷണറിമാരാണ് നിങ്ങൾ, പ്രേക്ഷിതരാണ് നിങ്ങൾ. യേശുവിന് സാക്ഷ്യം കൊടുക്കണം, യേശുവിനെ കുറിച്ച് പറയണം, യേശുവിനെ കുറിച്ച് അവരെ അറിയിക്കണം. ഈ ഭൂമിയിൽ 80 or 100 വർഷം ജീവിച്ചിട്ട് യേശുവിനെ അറിയാത്ത ഒരു മനുഷ്യനോട് പോലും സുവിശേഷം പറയാതെ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് ദുരിതം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-2 വചനങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയതിനു ശേഷം വായിക്കണം. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-2 വചനങ്ങൾ. ഇവിടെ ലൂക്കാസ് ശ്ലീഹ പറയുകയാണ്, ഈശോ വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് അയച്ചു. എന്തുകൊണ്ടാണ് വേറെ 72 പേരെന്ന് പറയുന്നത്? 9-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തോലന്മാരെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. 9-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തോലന്മാരെ ഈശോ അയക്കുന്നു. 10-ാമത്തെ അധ്യായത്തിൽ വേറെ 72 പേരെ അയക്കുന്നു. ഇതിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കണം? ഈശോ സുവിശേഷം പ്രഘോഷിക്കാൻ അയച്ചത് അപ്പസ്തോലന്മാരെ മാത്രമല്ല, മറ്റുള്ളവരെയും അയച്ചിരുന്നു. വേറെ 72 പേർക്കും സ്ഥാനമുണ്ടായിരുന്നു. അതിൽ പെടുന്നവരാണ് നമ്മളെല്ലാവരും. ഒന്നുകിൽ നമ്മൾ 12-ൽ പെടും, അല്ലെങ്കിൽ നമ്മൾ 72 പേരിൽ പെടും. നമ്മളെല്ലാവരും സുവിശേഷത്തിന് സാക്ഷ്യം കൊടുക്കേണ്ടവരാണ്. നമ്മളെല്ലാവരും സുവിശേഷ പ്രഘോഷകരാണ്. യേശുവിന് സാക്ഷ്യം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ 14-ാമത് ബൈബിൾ കൺവെൻഷൻ്റെ അവസാന ദിവസം പരിശുദ്ധ വല്ലാർപാടത്ത് അമ്മയുടെ തിരുമുറ്റത്ത് കർത്താവ് നമ്മെ സാക്ഷികളാക്കി മാറ്റുകയാണ്. നമ്മൾ യേശുവിനെ കാണണം, അവനെ കേൾക്കണം. അവനെ കണ്ടാൽ കേട്ടാൽ അവനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. യേശുവിനെ കാണുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? അവനാണ് ലോകരക്ഷകൻ. അവൻ്റെ പ്രബോധനങ്ങളാണ് ഏറ്റവും ഉത്തമം. അവൻ്റെ പ്രവർത്തികൾ അത്ഭുതാവഹമാണ്. ഇതുപോലൊരു രക്ഷകനില്ല, ഇതുപോലൊരു ദൈവമില്ല, ഇതുപോലെ ആരുമില്ല. അവൻ അദ്വിതീയനാണ് എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരുവൻ ഇല്ലാത്തവൻ. അവൻ സമാനതകളില്ലാത്തവനാണ്. അവൻ എല്ലാവരേക്കാൾ ഉന്നതനാണ്. യേശുവിനെ അറിയണം, അവനെ സ്നേഹിക്കണം, അവൻ്റെ കരുതൽ നമ്മൾ അനുഭവിക്കണം. നമ്മുടെ വേദനകളും കഷ്ടപ്പാടുകളും കണ്ട് ആന്തരിക അവയവങ്ങൾ നുറുങ്ങിപ്പോകുമാറ് നമ്മോട് അനുകമ്പ കാണിക്കുന്ന കാരുണ്യവാനായ തമ്പുരാൻ, മനുഷ്യരുടെ കണ്ണീരും വിലാപവും വേദനകളും കഷ്ടപ്പാടുകളും കണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യനായി ജീവിച്ച ഒരു ദൈവം. ആ ദൈവത്തെ നമ്മൾ കാണണം, അറിയണം, അനുഭവിക്കണം. എന്നിട്ടോ അവനെക്കുറിച്ച് ഈ ലോകത്തോട് പ്രഖ്യാപിക്കണം. ഈ ലോകത്തോട് പ്രഖ്യാപിക്കണം. ഒരു ദിവസം എല്ലാ നാവുകളും അവൻ്റെ മഹത്വമേറിയ നാമം സ്തുതിക്കണം, എല്ലാ മുട്ടുകളും അവൻ്റെ മുമ്പിൽ മടങ്ങണം. ഈ സ്വപ്നം നിറവേറുമാറ് ഈ ഭൂമിയിൽ യേശുവിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.